യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകളാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? 2-3 കാര്യങ്ങൾ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യങ്ങളാ ഒന്ന് ചിന്തിക്കുവാനാണ് ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു അരുമ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന് കാരണം യോഹന്നാന്റെ സുവിശേഷം പ്രാരംഭത്തിൽ ചില കാര്യങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്നലെയും നാളെയും ഒക്കെ അത് ഓർപ്പിക്കും. അതാണല്ലോ ഓർപ്പിക്കേണ്ടത്. അത് ഇന്നും അങ്ങ് ഓർപ്പിക്കുക. അത് ഓർപ്പിക്കാനാണല്ലോ യോഗം ഇങ്ങനെ ക്രമീകരിച്ചത്. ഇത് മാന്യ സഹോദരിമാരുടെ പ്രവർത്തനം ഉണ്ട് ഇല്ലയോ? ആരെയും കാണുന്നില്ല, എന്തിയോ? സാധാരണ പെണ്ണുങ്ങൾ ഇവിടെ കയറി ഇരിക്കേണ്ടതാ. എന്നാലും നിങ്ങൾ ഇതിൽ സഹകരിക്കുന്നതിൽ വളരെ സന്തോഷം. ഈ മാന്യ സഹോദരിമാരെ ദൈവം അതിനായിട്ട് ഉപയോഗിച്ചല്ലോ. ഈ പട്ടണത്തിന്റെ നടുവിൽ കർത്താവിനെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം നിങ്ങൾക്ക് പിന്നെയും ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നലെയും ഇന്നും നാളെയും എല്ലാം അതാ പറയേണ്ടത്. എന്തുവാ? സുവിശേഷം. ഇതിപ്പോ പെന്തിക്കോസുകാർക്ക് ഞാൻ പറയുന്ന കാര്യം വലിയ തൃപ്തി വരികയല്ല. കാരണം നിങ്ങളിതെല്ലാം കേട്ടും പഠിച്ചും ധ്യാനിച്ചും എല്ലാം ഇരിക്കുക. അപ്പൊ നിങ്ങൾ വേറെ കാര്യം കേൾക്കാനായി വരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കേൾപ്പിക്കേണ്ട കാര്യം ഈ സുവിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുന്ന നല്ലതാ. ദൈവത്തിന് മഹത്വം. ഈ വിശുദ്ധ തിരുവെഴുത്തിലെ സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ചരിത്ര പുസ്തകം 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം എന്ന നിലയിലാണ് ഈ 5 ചരിത്ര പുസ്തകങ്ങൾ. അത് ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം. അതാണ് നല്ല ചരിത്രവും, അതാണ് കൊള്ളാവുന്ന ചരിത്രവും, അതാണ് മനുഷ്യനെ ഗുണീകരണം വരുത്തുന്ന ചരിത്രവും, അതാണ് യാതൊരു അപാകതയില്ലാത്ത ചരിത്രവും. നമ്മുടെ ഒന്നും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഒരാൾ ഒരിക്കലും സാക്ഷ്യം പ്രസ്താവിക്കാം, എഴുന്നേറ്റവൻ പറഞ്ഞു, ഇവന്റെ സാക്ഷ്യമൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഇപ്പോൾ കൺവെൻഷനുമൊക്കെ പറയും, ഇപ്പോൾ സാക്ഷ്യത്തിനുള്ള സമയമാണ്. അവര് സാക്ഷ്യം പറഞ്ഞാലും ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ, എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം പറയാം, ഏറ്റവും നല്ല ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആർക്കും കേൾക്കാവുന്ന, എല്ലാവരും കേട്ടിരിക്കാവുന്ന, ആർക്കും മറ്റ് പ്രയാസമൊന്നും വരുത്താത്ത, അപാകതയില്ലാത്ത, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത ഏറ്റവും നല്ല ചരിത്രമാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ആളല്ല യേശു. കത്തോലിക്കര് ചിലപ്പോൾ ചിന്തിക്കും ഞങ്ങളുടെ സ്വന്തമായ യേശു അല്ല. യാക്കോബായ, ഓർത്തഡോക്സ്, കനാനായ കാത്തലിക്സ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവർ ചിന്തിക്കുന്നത് അവരുടെ സ്വന്തമായ യേശു എന്ന്. മാത്രമല്ല മാർത്തോമക്കാരും മറ്റ് ഇതര സഭക്കാരുണ്ട്. CMS, CSI, ഇവാഞ്ചലിക്കല്, സാൽവേഷൻ ആർമി, ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഇവരുടെ സ്വന്തമായ യേശു. അതിലൊക്കെ ഉപരി ബ്രദറുകാര് പറയുന്നത് വചനമെല്ലാം അടുക്കടുക്കായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആളാ യേശു, കാരണം ഞങ്ങളെ പോലെ വചനം അറിയാവുന്നൊരു വേറെ ഇല്ല. അങ്ങനെ ചില ചിന്തകളൊക്കെ ചിലർക്കുണ്ട്. അപ്പോൾ അവര് പറയുന്നത് യേശുവിനെ പറ്റി ഞങ്ങൾ ഇതുപോലെ അടുക്കടുക്കായിട്ടാ പറയുന്നത്, പഠിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്വന്തമാ അല്ല. പെന്തിക്കോസുകാര് പറയുന്നത് യേശുവിനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, ഞങ്ങളുടെ ആളാ യേശു, ഇവനെല്ലാം ചുമ്മാ കിടന്ന് ശബ്ദം ഉണ്ടാക്കുക, യേശു ഞങ്ങളുടെ ആണ് പെന്തിക്കോസുകാരുടെ വാദം. ഒരു കാര്യം പറയാ, ഇവരുടെ ആരുടെയും സ്വന്തം യേശു അവൻ മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട, ഏത് കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അറിയുന്നതിനും ആരാധിക്കുന്നതിനും സേവിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ് ആദ്യത്തെ 4 പുസ്തകങ്ങൾ. മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ അന്ന് ധരിച്ചു വെച്ചത്, ഈ ആരംഭത്തിൽ ഈ വേദപുസ്തകമൊക്കെ വായിച്ചപ്പോൾ ആദ്യം ചിന്തിച്ചത് 4 സുവിശേഷം ഉണ്ടായിരുന്നെന്ന. 4 സുവിശേഷം. എന്നാൽ പിന്നീട് മനസ്സിലായി സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്.
ദൈവത്തിന്റെ മഹത്വം. സുവിശേഷം ഒന്നേ ഉള്ളൂ, നാലില്ല, അത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. ഒരു വാക്യം വായിച്ചു, അറിവുള്ള വാക്യമാ, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:5 നമുക്കെല്ലാം അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്നുകൂടെ വായിച്ചു. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷം? ആമേൻ. നസറായനാകുന്ന യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. എനിക്ക് മൈക്ക് ഒരു സുഖം വരുന്നില്ല, ഞാൻ അറിയത്തില്ല. അതാണ് ഇത് കേൾക്കുന്നില്ലയോ? എന്നാ അതാ അത് ഇങ്ങോട്ട് ഇച്ചിരി തിരിച്ചു വരട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ മൈക്കാന്നോ നല്ലത്, അതോ ഇതാണോ? രണ്ടും കണക്കാ. കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആ പരുവത്തിന് നിൽക്കാം. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ദൈവത്തിന്റെ മകൻ. അപ്പൊ ഞാന് പ്രാരംഭത്തിൽ ഈ മാർഗത്തിൽ വന്നപ്പം ധരിച്ചത് 4 സുവിശേഷമുണ്ടെന്ന. എന്നാൽ സഭയിൽ വന്ന് ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനമൊക്കെ പഠിപ്പിച്ചപ്പോൾ, അത് ശ്രദ്ധിച്ചപ്പോൾ, കേട്ടപ്പോൾ മനസ്സിലായി, സുവിശേഷം 4ഇല്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ആ സുവിശേഷത്തിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ വചനം വായിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഈ മത്തായി യേശു ക്രിസ്തു രാജാതി രാജാവാണ് എന്ന് തെളിയിച്ചാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസ് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ദാസരൂപമെടുത്ത വ്യക്തിയെ പറ്റി. ഇനിയും ഫോൺ എടുത്തോണ്ട് പോകരുത്, അത്യാവശ്യമായ കുഴപ്പമില്ല, ഇനിയും പോകരുതെന്നേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും വിളിച്ചാൽ കേൾപ്പിച്ചു കൊടുക്കണം, അവരോട് സുവിശേഷം കേൾക്കട്ടെ. ദൈവത്തിന് മതി. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി യേശു ക്രിസ്തു രാജാതി രാജാവാണെന്ന് തെളിയിച്ചു. മർക്കോസ് യേശു ക്രിസ്തു ദാസരൂപമെടുത്ത വ്യക്തിയെ വരച്ചു കാണും. എന്നാൽ ലൂക്കോസ് യേശു ക്രിസ്തുവിനെ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ യോഹന്നാൻ യേശു ക്രിസ്തു ഏക നിത്യ സത്യ ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു രാജാതി രാജാവാണ്, യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്, യേശു ക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാണ്. മാത്രമല്ല, യേശു ക്രിസ്തു ഏക നിത്യ സത്യ ദൈവമാണ്. ഇതാണ് യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത്. അതെ, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. എഴുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം. കാരണം യഹൂദന്മാർക്ക് ഈ പിതാക്കന്മാരെ പറ്റിയും പാരമ്പര്യമൊക്കെ പറയുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് മത്തായിയുടെ തുടക്കത്തിലെ അങ്ങനെ അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി, യേശു ക്രിസ്തുവിന്റെ വംശാവലി, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിനായി പറയുന്നത്. അപ്പോൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു. ദൈവത്തിന് മഹത്വം. വായിച്ചാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ മത്തായി ക്രിസ്തുവേശുവിന്റെ വംശാവലി തെളിയിക്കുക. യഹൂദന്മാർക്ക് വംശാവലി കേൾക്കുന്ന ഇഷ്ടമാണ്. നമ്മുടെ ഇടയിലും ചില ആൾക്കാർക്ക് ഈ വംശാവലി കേൾക്കുകയും പറയുകയും ചെയ്യുന്ന വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ അപ്പച്ചന്റെ 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 അതൊക്കെ വലിയ ഇഷ്ടമാണ് ചിലർക്ക്. സ്തോത്രം. നമ്മുടെ ഇടയിൽ ഇപ്പൊ അങ്ങനെ ആൾക്കാരുണ്ട്. സ്തോത്രം. എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. വലിയ ഇഷ്ടമാണ് അത് പറയുന്നത്. അത് നല്ല കാര്യമാണ്, അത് ഞാൻ എതിരുമല്ല. നമുക്കും അതൊക്കെ ഇപ്പൊ ഇഷ്ടമായിട്ട് വന്നിരിക്കുക. 4-ാം തലമുറക്കാർ പറയും, ഈ ദേശത്തെ ആദ്യത്തെ പെന്തിക്കോസുകാർ എന്റെ വല്യപ്പച്ചന്റെ അപ്പച്ചനാണ്. അത് വലിയ ഇഷ്ടമാണ്. ഇവന് ദൈവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇന്നലെ അപ്പച്ചന്റെ പ്രത്യേകോപില കയറി അടിക്കുന്നു. പിന്നെയും ഫോൺ വരുന്നല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ വംശാവലി തെളിയിക്കുക. വംശാവലി, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. യഹൂദന്മാർക്ക് വംശാവലി കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. തന്നെയല്ല, അബ്രഹാം ഇവരുടെ പിതാവാണെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അബ്രഹാം വരെ ഇവര് പോവുള്ളൂ, അതിനപ്പുറം പോകുകയല്ല. അപ്പുറം പോയാൽ പരുവക്കേട. നമ്മുടെ ആൾക്കാർ വംശാവലിയൊക്കെ എഴുതി അങ്ങേയറ്റത്ത് ചെല്ലുമ്പോ ഇങ്ങനെ എന്ന് കുറവലിങ്ങാട്ടിൽ നിന്ന് ഒരു അപ്പച്ചൻ വന്നത്. ഇത് പുറകോട്ട് പോയാൽ പരുവക്കേട. എന്നെ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്.
ഞാൻ ഈ കുടുംബചരിത്ര പുസ്തകമൊക്കെ ഒത്തിരിയും വായിച്ചിട്ടുണ്ട്, മിക്കതും വായിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം തുടക്കത്തിൽ ഇങ്ങനെ കുറവലിങ്ങാട്ടിൽ നിന്നൊരു അപ്പം വന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി ഒരു വിവരവും ഇല്ല. അപ്പൊ അവിടെ കൊണ്ടേ നിർത്തുള്ളൂ, അതിന് പുറകോട്ട് പോയാൽ പരുവക്കേടാ. അപ്പൊ എന്തായാലും കൊള്ളാം, യേശുക്രിസ്തുവിന്റെ വംശാവലി മത്തായി തെളിയിച്ചിരിക്കുക. അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ യഹൂദന്മാർക്ക് വംശാവലി കേൾക്കുന്നത് താല്പര്യമായതുകൊണ്ട് ആ നിലയിൽ ആ മത്തായി എഴുതിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് ചരിത്രം നന്നായി പഠിച്ചതുകൊണ്ട്, യവനായര് ജാതികളോട് ഇത് അറിയിക്കുന്നത് കൊണ്ട് ചരിത്രം നന്നായി പഠിച്ച് വളരെ അടുക്കടുക്കായിട്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ഒന്നിന്റെ ഒന്ന് വായിച്ച്, ലൂക്കോസ് 1:1. ശ്രീമാനായ തെയോഫിലോസേ, ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. ശ്രദ്ധിക്കുക, ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ലൂക്കോസ് വിദ്യാഭ്യാസമുള്ള ആളാണ്, ഡോക്ടറാ. അപ്പോൾ ചരിത്രം പഠിച്ചു, അത് ക്രമമായിട്ട് എഴുതി, അത് ആദ്യം മുതൽ പഠിച്ചു, പരിശോധിച്ചു, എല്ലാം നല്ല ഓർഡറിലാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എഴുത്തിന്റെ ഉദ്ദേശം യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് വരച്ചു കാട്ടിയിരിക്കുന്നത്. സമ്പൂർണ്ണ മനുഷ്യൻ, നല്ല മനുഷ്യൻ, ശ്രേഷ്ഠനായ മനുഷ്യൻ, അവൻ നമുക്ക് ഗുണപാഠങ്ങൾ തരുന്ന മനുഷ്യൻ, ഒത്തിരി കാര്യം പഠിക്കാൻ കൊള്ളാവുന്ന മനുഷ്യൻ, നല്ല മനുഷ്യനായിട്ട് യേശുവിനെ ചിത്രീകരിച്ചു. എന്നാൽ മർക്കോസ് ദാസരൂപമെടുത്ത ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ആമേൻ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ അവിടുന്ന് ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വിളങ്ങിയ യേശുവിനെയാണ് മർക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് റോമാക്കാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് യവനായരെ, ജാതികളെ ഉദ്ദേശിച്ച് എഴുതി. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ്. നമുക്കറിയാം യോഹന്നാന്റെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവസഭയ്ക്ക് ചരിത്രമല്ല പ്രധാന വിഷയം, ആമേൻ, അതുപോലെ തന്നെ പാരമ്പര്യവുമല്ല പ്രധാന വിഷയം. അത് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ ദൈവസഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ആ യോഹന്നാന്റെ എഴുത്തിന്റെ ആരംഭത്തിൽ തന്നെ വചനത്തെ കൂട്ടുപിടിച്ച വായിച്ച് 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാൻ എഴുതിയത് ദൈവസഭയെ ഉദ്ദേശിച്ച. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ആവശ്യം ദൈവവചനമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ഗുണീകരിക്കുന്നത്, ക്രമീകരണത്തിലേക്ക് വരുത്തുന്നത്. നമുക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലും ഒക്കെ തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇത് തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനം, ഉലകിലേക്ക് ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനം, ആമേൻ, വെള്ളിയുടെ കീടം മാറ്റുന്നത് പോലെ കീടം നീക്കിയ നിർമ്മല വചനം മാത്രമാണോ ഈ വചനം നമ്മുടെ അണ്ണാക്കിന്റെ മധുരമാണ്. ഇത് തേനിലും തേൻകട്ടകിലും മധുരമുള്ളതാ. ഇത് കാലിന് ദീപവും പാതയ്ക്ക് പരുവക്കേടാന്നല്ലോ. ആമേൻ, സ്തോത്രം. കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. പരുവക്കേടാ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയട്ടെ, ഈ വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. ദൈവത്തിന്റെ മകത്ത് ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനമാണ്. ഇത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റുകളെ വേറുപെട്ടിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ ദൈവത്തിന്റെ വചനം. യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത്, എന്റെ വായിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. യിരെമ്യാപ്രവചനത്തിൽ വായിക്കുന്നത്, ഓവട്ട വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സന്തോഷത്തോടെ പ്രത്യാശയോടെ വചനം അങ്ങോട്ട് കൈക്കൊണ്ട് വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി വചനം സൗഖ്യമാക്കുന്ന വചനമാ. അവൻ 107 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവനവന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. നമ്മുടെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ തിരുവായി പഴിഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഈ തിരുവചനം നിന്നെ ശുദ്ധീകരിക്കുന്നതാ, ഇത് ധൈര്യപ്പെടുത്തുന്നതാ, ഇത് വിടുതൽ തരുന്ന വചനമാ, ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഈ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ കേൾക്കണം, രണ്ടും പുസ്തകത്തിലുണ്ട്. ഉപദേശിമാരെങ്ങനെ പ്രസംഗിക്കണം, കേൾക്കുന്നവര് എങ്ങനെ കേൾക്കണം. വായിച്ചേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എങ്ങനെ കേൾക്കണം? ഇങ്ങനെയാണോ കേൾക്കുന്നത്, അതോ എങ്ങനെയാ കേൾക്കുന്നത്? അത് കേട്ടിട്ട് വായിക്കേ.
തെസ്സലോനിക്കർക്ക് എഴുതിയ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് അങ്ങനെ കൈക്കൊള്ളണം. എല്ലാവരുടെയും കാര്യമാണ്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അങ്ങനെ വേണം വചനം കൈക്കൊള്ളാൻ. ഇവിടെ അങ്ങനെ തന്നെ വേണം കൈക്കൊള്ളാൻ. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഓടരുത്, ഇങ്ങനെ കൈക്കൊള്ളണം. ഉറങ്ങരുത്. നല്ല അന്തരീക്ഷമായി, ഇപ്പം ചൂട് ഒന്നുമില്ല, ഉറങ്ങാൻ ഇച്ചിരി കാറ്റുമുണ്ട്, അങ്ങനല്ല കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കിക്കൊണ്ടല്ല വചനം കേൾക്കുന്നത്. അടുത്തിരിക്കുന്ന പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടി കിരണ്ടി അല്ല വചനം കേൾക്കുന്നത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ വേണം വചനം കൈക്കൊള്ളാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിവിധമാകുന്ന കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാ. അതെ, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. എന്നാലും ഇത്ര ദൂരമൊക്കെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നല്ലോ വലിയ കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല പ്രശ്നങ്ങളുള്ളവരാ. ഈ പിള്ളേർക്കുമൊക്കെ പ്രശ്നമുള്ളതാ. നിനക്ക് പ്രശ്നമില്ലേ? ഉണ്ട്, അവനും പ്രശ്നമുണ്ട്. മോക്ക് പ്രശ്നമൊന്നും ഇല്ലയോ? അവർക്ക് ഉണ്ട്. പിന്നെ അവള് ഫ്രണ്ടിൽ ഇരിക്കുക, പ്രശ്നമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമാണ്. മറ്റേ പുള്ളി കൂടെ മൊബൈലുമായിട്ട് പോയത് പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും പ്രശ്നമാണ്. ഇതിലോട് ചോദിച്ചാൽ പറഞ്ഞു തരും. യോഗം കഴിഞ്ഞ് എന്നെ കൂടെ മുഴുവൻ പ്രശ്നമാണ്. എന്നെ ഇരുത്ത് കയറുന്നു ഇല്ലേ? പ്രശ്നമില്ലേ? ഉണ്ട്, എനിക്കറിയാം. പോക്ക് കണ്ടപ്പോഴേ എനിക്കറിയാം പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാർക്കും പ്രശ്നമുള്ളത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം എല്ലാവർക്കും ഉണ്ട്. ബഹുകഷ്ടം ഒരു വിധത്തിലല്ല, പല വിധത്തിൽ. മൈക്കിൾ സെറ്റോബ്രെ മോന്റെ പേരെന്നാ? വില്യം. നല്ല പേരാ. പ്രശ്നമില്ലേ? സത്യം പറയലേ? ഉണ്ട്. പുള്ളി ഇതെല്ലാം തിരിക്കുന്നെങ്കിലും പ്രശ്നത്തിന്റെ നടുവില. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രശ്നമുള്ളവരാ. സ്തോത്രം. മഞ്ഞക്കാരിക്ക് പ്രശ്നമില്ലേ മോളെ? ഒക്കെ ഉണ്ട്. അവള് നാഗം കടിക്കുന്ന പ്രശ്നം കൂടുതലാണ്. ഞാൻ കണ്ടു. ടെൻഷൻ കൂടുമ്പോഴാണല്ലോ പ്രശ്നമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള സകല ആൾക്കാരും പ്രശ്നമുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടങ്ങൾ, മറ്റൊരു പ്രശ്നമുള്ളവരാ. പക്ഷേ അതൊക്കെ നമുക്കുണ്ടെങ്കിലും. മാത്യു സാറാണോ ഇരിക്കുന്നത്? അല്ലേ? സാറിനും ഉണ്ട് പ്രശ്നം. നിങ്ങൾ ഓർക്കും സാറിന് ഒരു പ്രശ്നവും ഇല്ലെന്ന്. സാറിന് വ്യക്തിപരമായിട്ട് ചോദിച്ചേ. എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന ആർക്കാ പ്രശ്നം? പ്രശ്നമില്ലേ? ഉണ്ട്, ഇല്ലേ? പിന്നെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധ കഷ്ടങ്ങളിൽ കൂടി പോകുന്നവരാ. എന്റെ പ്രിയരെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. അങ്ങനെ എഴുതിയിരിക്കുന്നു. ഒന്നോട് വായിച്ചേ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വേണം വചനം കൈക്കൊള്ളാൻ. ഇത് ഇച്ചിരി ഒന്ന് മാറ്റി തരുമോ? ഇത് ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നു. ഇച്ചിരി അങ്ങോട്ട് മാറ്റി. കാരണം ഇത് ഇവിടെ വെക്കുന്ന നല്ലതായിരുന്നു. പക്ഷെ ഇത് ഞാൻ കുനിഞ്ഞു കിടക്കണം. ഇതിന് നിങ്ങളെ ഇച്ചിരി കൂടെ വേണമായിരുന്നു. അതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ കിടക്കണം. പിന്നെ യോഗം എനിക്കെന്നും ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അപ്പൊ ശ്രദ്ധിക്കുക. ഇത് മതി. ഇവിടെ കൂട്ടി വെക്കണമെന്നുള്ളത് തൊണ്ടയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളിൽ കൂടി പോകുന്നവരാ എന്നെ കേൾക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാർ. പക്ഷെ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ഇന്ന് രാത്രി അവൻ ബഹുകഷ്ടമൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഈ വചനമൊന്ന് കൈക്കൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വിടുതല. ഹല്ലേലൂയ. അപ്പം ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പൊ ഈ വചനം പറയുന്നവരെങ്ങനെ ആയിരിക്കണം? അതിനുകൊണ്ട് പ്രമാണം. 5-ാം വാക്യം വായിച്ചേ. 5-ാം വാക്യം. ആ അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല. നോട്ട് കുറിച്ചുകൊണ്ട് വന്നിട്ട്, കുറിക്കുന്ന തെറ്റൊന്നുമില്ല. ഓർമ്മക്കുറവുള്ളവര് കുറിച്ചു വെക്കുന്ന നല്ലതാ. ഇവരെ കേട് വിളിച്ച് പറയാതിരിക്കും. ഓർമ്മയുള്ളവര് കുറിക്കണ്ട. ഓർമ്മ അല്പം കുറവുള്ളവര് നോട്ട് ചെയ്യുന്നത് നല്ലതാ. ചില വിശ്വാസികൾ പറഞ്ഞു കേട്ടു, ഞങ്ങളുടെ പാസ്റ്റർ കുറിപ്പ് വെച്ചാ പ്രസംഗിക്കുന്നത്. അയാൾക്ക് വിവരമുണ്ട്, അതുകൊണ്ടാണ്. പുള്ളിക്ക് വിവരമുണ്ട്. കാരണം വേറൊന്നും പറയണ്ട, എടുത്ത വിഷയം പറയാമല്ലോ. അതിനാ പുള്ളി കുറിച്ച് വെക്കുന്നത്.
ഇത് ഓർമ്മയുള്ളവര് കുറിക്കുകയും വേണ്ട, പറയാം. ചെല്ലി പറയാനുണ്ട് എനിക്ക് ഇപ്പൊ കിട്ടിയതാന്ന്. ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല, ഇപ്പൊ എതിർക്കുന്നില്ല. എപ്പോ കിട്ടിയാൽ ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല. കുറെ വാക്യം നിന്നുകൊണ്ട് അങ്ങ് പറയുകയല്ല, വാക്യം നല്ലതാ, അത് മാത്രം ഇങ്ങനെ ശാന്തമായിട്ട് നിന്ന് പറയുകയല്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, അടുത്തത് ശക്തിയോടും. ശക്തിയോടാ സുവിശേഷം പറയുന്നത്, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. ബഹുനിശ്ചയത്തോടും. അപ്പൊ ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഈ നിലയിലാ ചെയ്യുന്നത് ദൈവദാസന്മാർ. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ദൈവദാസന്മാർ ഇങ്ങനെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കൾ കേൾക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. അങ്ങനെ വേണം ഇന്ന് രാത്രി കേൾക്കാൻ. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വിശേഷത. ആട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം, നമ്മുടെ ഭാഗത്തേക്ക് വരാം. സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 നമ്മൾ വായിച്ചത്. ഞാൻ ഓർപ്പിച്ചല്ലോ, എന്താ സുവിശേഷം? അത് യേശു ക്രിസ്തു. ഓടിച്ചു പറയാം, എന്തിനാ സുവിശേഷം? ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, എല്ലായിടത്തും ഈ സുവിശേഷ യോഗത്തിനാ വിളിക്കുന്നത്. ഇന്ന് സുവിശേഷ യോഗത്തിന് വിളിച്ചേച്ച് നാളെ വേറെ യോഗത്തിനല്ല, എന്നും സുവിശേഷ യോഗമാണ്. അതുകൊണ്ട് ഇത് ആദ്യം അല്പം പറഞ്ഞേച്ചേ എടുത്ത വിഷയത്തോട് വരുവുള്ളൂ. ഇത് പറയണമല്ലോ, ഇത് പറയാനാണല്ലോ ഈ സഹോദരിമാരും പ്രിയപ്പെട്ടവരും ബന്ധപ്പെട്ട് ഇത് ക്രമീകരിച്ചത്. ഇത് പറയാതെ പോകാനും ഒക്കത്തില്ല. അപ്പോൾ എന്താ സുവിശേഷം? അത് മനസ്സിലാകുന്ന ഭാഷയല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മോക്ക് മനസ്സിലാകുന്നുണ്ടോ മോളെ? എന്തുവാ സുവിശേഷം? എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്തുവാ സുവിശേഷം? പുറത്തെ പറ, ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. യേശു ക്രിസ്തു. മോനിരുന്നു. അവക്ക് പിടി കിട്ടി ഉണ്ടോ? നിനക്ക് മനസ്സിലായോ സുവിശേഷം എന്നാണ്? എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ എന്തുവാ സുവിശേഷം? ഉറക്കെ പറയടാ. യേശു ക്രിസ്തു. മോന്റെ പേരെന്തുവാ? ഗോഡ്വിൻ. പേര് പോലെ തന്നെ ഒത്തല്ലോ, നീ ഇരുന്നു. അവനും മനസ്സിലായി സുവിശേഷം. എന്തുവാ മോളെ സുവിശേഷം? യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തു. മോൻ രക്ഷിക്കപ്പെട്ടതാണോ? അതിന് ചോദിക്കുന്നില്ല, പെട്ടല്ലോ. സ്തോത്രം. മോൻ രക്ഷിക്കപ്പെട്ട നമ്മുടെ ആളാ. എന്തുവാ സുവിശേഷം? ഞാൻ പറയാനില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകണം. എന്റെ രീതി അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകണം. ദൂരെ നിന്നാരും കേൾക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകണം. അതിനായി പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അത് അല്പം വിസ്തരിച്ചതായോ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാണ് സുവിശേഷം. യേശു ക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു, ജീവിക്കും, പരലോകത്തിൽ ജീവിക്കുന്നു. ഈഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് മഹിമ കൊടുക്കാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, സുവിശേഷം. യേശു കർത്താവ് ജീവിക്കുന്നു. ഒന്നും കാണുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു, നസറായനാകുന്ന യേശു ക്രിസ്തു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ഫിലിപ്പിയാലേഖനം മനപാഠമാണല്ലോ നിങ്ങൾക്കല്ല. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. അതാ സുവിശേഷം, യേശു ക്രിസ്തു. ഇനി എന്തിനാ ഈ സുവിശേഷം? എന്തിനാ സുവിശേഷം? എന്തിനാ? സ്വോത്രകാഴ്ച എടുക്കാനാണോ? അല്ല, അതിനല്ല. സുവിശേഷം എന്തിനാ? എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനാണോ? അല്ല, അതൊക്കെ നല്ല കാര്യമാണ്, വെച്ച് കൊടുത്തോണം, സാവകാശമുണ്ട്. സുവിശേഷം എന്തിനാ? തയ്യൽ മെഷീൻ കൊടുക്കാനാണോ? പെണ്ണുങ്ങൾക്കൊന്നും ഒരു ജോലിയില്ല, എന്നാ ഓരോ മെഷീൻ മേടിച്ചു കൊടുത്തൊക്കെ അവിടെ തയ്ച്ചോണ്ടിരുന്നോളും. അല്ല. സുവിശേഷം എന്തിനാ? വസ്തു മേടിച്ചിടാനാണോ? അല്ല, അങ്ങനെ മേടിച്ചിടുന്നവര് കാണും. ഉണ്ട്, പൊളിക്കുന്നു. ഉണ്ട്.
സുവിശേഷം ഇതിനൊന്നുമല്ല. സുവിശേഷം എന്തിനാ? നാട്ടുകാരുടെ സൗകര്യം കെടുത്താനല്ല, അല്ല, മതം മാറ്റാനല്ല. ഇത് മതം മാറ്റമല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകല്ല. റോഡ് ബ്ലോക്ക് ചെയ്യാനാണോ സുവിശേഷം? അല്പം ബ്ലോക്കായിരുന്നു. വല്ലതും മിണ്ടാൻ പറ്റുമോ? മിണ്ടി അവൻ ആദ്യം കാറിന്റെ കണ്ണാടി തല്ലി പൊട്ടിച്ചു. ഫ്രണ്ടിലത്തതായിരിക്കും ആദ്യം പൊട്ടിക്കുന്നത്. ഉടനെ അവൻ പറയും പുറകിലത്തൂടെ പൊട്ടിച്ചേക്കാൻ പറയും. ഉടനെ വേറെ 2 വിദ്വാന്മാര് വന്ന് പറയും കാറ്റ് കൂലി വിടണമെന്ന് പറയും. നമുക്ക് 10 മണിയായാലും ഇവിടെ വരണ്ടേ? അപ്പൊ ഈ സുവിശേഷം റോഡ് ബ്ലോക്ക് ചെയ്യുക, ഉപരോധിക്കുന്നതല്ല. സുവിശേഷം വടിവാള് കറക്കി ആൾക്കാരെ മതത്തിൽ ചേർക്കുന്നതല്ല. അങ്ങനെയൊക്കെ ചേർക്കുന്ന ആൾക്കാർ കാണും, എനിക്കറിയത്തില്ല. ഏതാ കറക്കിയ ചേരടാമൻ പേടിച്ച് ഒത്തിരി പേര് പോകുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട് പേടിച്ച്. പോക്ക് ചൂണ്ടിയാച്ച് മതത്തിൽ ചേർക്കുന്ന മാർഗമല്ല സുവിശേഷം. കാശ് കൊടുത്ത് ആൾക്കാരെ ഇതിനങ്ങ് താക്കുകയല്ല. അങ്ങനെയൊക്കെ ആരൊക്കെയോ പറയുന്നു കഞ്ഞിയും കാശും കൊടുത്താണ്. കൊള്ളാം, ചോറ് കൊടുത്ത് കേൾക്കുന്നില്ല. പിന്നെ കഞ്ഞി കൊടുക്കുക. ഇപ്പൊ ആർക്കാ കഞ്ഞി? ഓ, ചോറും നല്ല കറിയൊക്കെ കൊടുത്തിട്ട് കേൾക്കുന്നില്ല. ഇത് കാശ് കൊടുത്ത് ചേർക്കുന്ന മാർഗമല്ല. കഞ്ഞി കൊടുത്ത ആളിനെ കൂട്ടുകയല്ല. സ്തോത്രം. കഞ്ഞി കൊടുത്ത ആളിനെ കഞ്ഞി ഞങ്ങളാ കൊടുക്കുന്നത്, നിങ്ങളൊന്ന് ബിരിയാണി കൊടുക്കുന്നു. ഇത് കഞ്ഞി കൊടുത്ത് ചേർക്കുകയല്ല, മറ്റുള്ളവരുടെ സൗകര്യം കെടുത്തുകയല്ല, ഭീഷണിയുടെ മാർഗമല്ല. സുവിശേഷം എന്തിനാ? ചില ആൾക്കാർ പറഞ്ഞ കുറെ പേരുടെ വയറ്റിപ്പഴപ്പിനാണ് ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യനും വയറ്റിപ്പഴപ്പിനാണ്. അല്ലെന്നൊന്ന് നീ പറ, ആർക്കാ വയറ്റിപ്പഴപ്പില്ല? ഉപദേശിമാർ ഞങ്ങൾ പ്രസംഗിച്ചു, കഴിക്കണ്ടേ വല്ലോ? അമ്പലത്തിൽ രാമായണം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ദശമസ്കന്ധമാണ് വായിക്കുന്നത്. വായന കഴിഞ്ഞ് കൊടുക്കണ്ടേ? ഞങ്ങളുടെ ഒരു അച്ചായ മരിച്ചപ്പം വായിക്കാനാണെന്ന് വിളിച്ചോണ്ടേ ഞാനും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു വായിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. ആര് കൊടുക്കുമെന്ന് വേറെ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കണം. അവര് ഭക്ഷണം വൈദ്യപ്പഴത്തിന് ആണെന്ന്. പിന്നെ കഴിക്കുന്നതിന് വ്യത്യാസം ഉണ്ടെന്നുള്ള അവര് കൂടുതലും നെയ്യും വെജിറ്റബിളും, നമ്മുടെ നല്ല ഏട്ടക്കൂരി എന്തേലും പറ. ഒന്നും അറിയാമല്ലോ, എല്ലാം പാവങ്ങൾ. അവര് ചീരയും ഓമയ്ക്കായും വഴുതനങ്ങായും വെണ്ടയ്ക്കായും വെജിറ്റബിള് പിന്നെ നെയ്യുമൊക്കെ കാണും, തൈര് സാധമൊക്കെ കാണും. നമുക്കതൊന്നും ഏക്കുകയല്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഏക്കത്തില്ല. മാസത്തിന് എന്നാലും നമ്മുടെ മൂക്കിൽ മണം പിടിക്കുക എന്നതാണ്. അടുത്തിരിക്കുന്നതിന് പാസ് ചെയ്യും, ബിരിയാണിയാണെന്നാ തോന്നുന്നു. എന്നാ തീർന്നേച്ചേ പോകുന്നു. എല്ലാരും വയറ്റിപ്പഴപ്പനാ ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യരും. അപ്പോൾ ഇത് ചില ആൾക്കാർ പറയുന്ന വയറ്റിപ്പഴപ്പനാന്ന് അല്ല. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ജോലിയും കൂലിയും ഇല്ലാത്ത കുറെ അവന്മാരുണ്ടെന്ന്. അങ്ങനെ ഉണ്ട്. മാത്യു സാറിനെ പോലുള്ളവരൊക്കെ നല്ല വിദ്യാഭ്യാസവും വിവരവും. അദ്ദേഹത്തിന്റെ പിതാവ് എഴുതിയ പാട്ട് ഇപ്പോഴും നമ്മൾ പാടുന്ന നല്ല പ്രസിദ്ധമായ പാട്ടുകളാണ്, നല്ല പാട്ടാണ്. ഇപ്പോഴൊക്കെ പട്ടുപാട്ട് പോലൊന്നുമല്ല, നല്ല ഒന്നാന്തരം പാട്ടാണ്. അതിപ്പം പിള്ളേർക്കാർക്കും അത് താല്പര്യവും ഇല്ല. നല്ല പാട്ടുകളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് വൈദ്യപ്പിഴപ്പിന്റെ മാർഗമല്ല. എന്തിനായി സുവിശേഷം? സുവിശേഷം എന്തിനു ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം. സകല മനുഷ്യരും രക്ഷപ്പെടാൻ, ലോകത്തിലുള്ള സകല മാനവരാശിയും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറായനാകുന്ന യേശുക്രിസ്തു. അറിവുള്ള വാക്യമാ വായിച്ചോ. തീത്തോസ് 2:11 മുതൽ വായിച്ചോ. തീത്തോസ് 2:11 മുതൽ വായിര്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ഒറ്റവാക്കി പറഞ്ഞാൽ എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഇത് ചുമ്മയ്ക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട, ഒന്നും ചുമ്മുകയും വേണ്ട. പിന്നെ ആർക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെ പുസ്തകം എടുത്തുകൊണ്ട് വന്നാൽ മതി. ലോകത്തിന് സ്തോത്രം. വേറെ ഒന്നും കൈ വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലും ഇടങ്ങളിലും അടുക്കലൊക്കെ ചെല്ലുമ്പോൾ ലിസ്റ്റ് തരും, ഇന്ന സാധനമൊക്കെ കൊണ്ടുവരണമെന്ന്.
മതങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, ഇത് കൊടുത്തിട്ടൊന്നും ബോധിക്കുന്നില്ല. ഇല്ല. എന്നാൽ സുവിശേഷം ഒന്നും കൊണ്ടുവരാൻ പറയുന്നില്ല. സുവിശേഷം നിനക്ക് അങ്ങോട്ട് തരിക. എന്തുവാ തരുന്നത്? അവൻ ജീവനുള്ള ദൈവത്തെ. മതങ്ങള്, എല്ലാ മതങ്ങളും കൊണ്ടുവാ 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 കീശ വീർപ്പിക്കുക. പക്ഷെ സുവിശേഷം കൊണ്ടുവാ എന്നല്ല പറഞ്ഞത്. സുവിശേഷം നിനക്ക് തരുവാ. ആരെയാ? നസറയനാകുന്ന യേശുവിനെ. എന്തിനാ? നീ രക്ഷപ്പെടാൻ. എന്തിനാ? നിനക്ക് ആശ്വാസം ഉണ്ടാകാൻ. എന്തിനാ? നീ വിടുതൽ പ്രാപിക്കുവാൻ. ഇന്ന് രാത്രി ആ യേശുവിനെയാ ഇവിടെ വെളിപ്പെടുത്തുന്നത്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. രോഗികൾ സൗഖ്യമാകുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷകൾ ജനം സംസാരിക്കുന്ന നാമം, അത്ഭുതങ്ങൾ നടക്കുന്ന നാമം, മുടന്തര് നടക്കുന്ന നാമം, ജഗടർക്ക് കേൾവി കൊടുക്കുന്ന നാമം, ഊമരെ സംസാരിപ്പിക്കുന്ന നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടക്കുന്ന മുഴങ്കാലുകൾ മടക്കി വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. അതാണ് സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്നെ കേൾക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. കേൾക്കുന്നവര് മാത്രമല്ല, ഈ പട്ടണത്തിൽ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, മറ്റ് ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ ഇതെല്ലാവരും രക്ഷപ്പെടണം. സ്തോത്രം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ഇതെല്ലാം അറിവുള്ള കാര്യമാണ്. ആരാ ഇത് കേൾക്കേണ്ടത്? സുവിശേഷം ആരാ കേൾക്കണ്ടേ? വായിച്ചേ, 49 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. ഇതെല്ലാം അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. ന്റെ പ്രാരംഭവാക്യം. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം കേട്ടോ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം കേൾക്കണമെന്ന്. എല്ലാവരും കേൾക്കണം. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ നമ്മുടെ ആൾക്കാർ പോലും ഇത് കേൾക്കുന്നില്ല. ചിലർ കൺവെൻഷന് എന്നാൽ ഇത് കേൾപ്പിക്കത്തുമില്ല. കാരണം മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട് കേൾക്കാൻ. കണ്ടിട്ടില്ലേ? യാത്ര ചെയ്തു പോകുമ്പോൾ എല്ലാ പോസ്റ്റേലും ഈയിടെ ഞാൻ കണ്ട് ചെറിയ കോളാമ്പി, കുഞ്ഞതാ കേട്ടോ, കുഞ്ഞതാ. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. എല്ലാ പോസ്റ്റേലും അല്ല, ഒന്നോടെ വിട്ടുള്ള പോസ്റ്റേല് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അത് 3-4 കിലോമീറ്റർ വരെ വെച്ചിരിക്കുക. അവര് കേൾപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല. നമ്മുടെ ആൾക്കാർ അതൊന്നും ചെയ്യത്തില്ല. ആകെ കൂടെ 2 എണ്ണമാണ് വെച്ചേക്കുന്നത്. അതും ആ കൊച്ചനോട് തർക്കിച്ചായിരിക്കും. കാത്തുപിടികേടാണ്. എത്ര വേണം? ഇത്ര വേണം, അത്ര ഒന്നും നോക്കത്തില്ല. ഞങ്ങൾ സാധുക്കളാണ് നടത്തുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു കാണാൻ സാധ്യത ഉണ്ട്. എന്നാ പറഞ്ഞു, സാധു ആണെങ്കിലും അമ്മാമ്മേ ഇത് ശബ്ദം കേൾക്കണ്ട. ഞങ്ങള് മോനെ 3-4 സഹോദരിമാര് ചേർന്ന് നടത്തുന്നതാണ്. അതുകൊണ്ട് ഇവിടെ അവൻ ആകെ 2 എണ്ണോ കൊണ്ടുവന്നുള്ളൂ. അവന്റെയും കുഴപ്പമല്ല. ഇത് ചെലവില്ലേ? ഉണ്ട്, ചെലവുണ്ട്. മിക്ക ഇടങ്ങളിലും ചെല്ലുമ്പോ അങ്ങനെ വെളിയിലോട്ട് വെക്കത്തില്ല. അകത്ത് തന്നെ അത്ര നല്ലതല്ല. അല്ലേരിയ എന്ന് പറയുമ്പോൾ പുറകെ അളിയാന്നാ കേൾക്കുന്നത്. ആ പരുവത്തിനായി ഇത് വെച്ചേക്കുന്നത്. കേൾപ്പിക്കത്തില്ല. തന്നെയല്ല ഇത് ഒന്നും മിക്കയിടത്തും ശരിയല്ല. പക്ഷെ എനിക്ക് ഒരു കാര്യത്തില് അഭിമാനം. ഈ തിരുവനന്തപുരം സൈഡിൽ പ്രസംഗിക്കാൻ പോയാൽ നല്ല സിസ്റ്റമാണ്. നിങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ? ഇല്ലേ? ഒന്ന് പോകണം. ചുമ്മാ ഇരിക്കുകയല്ലേ. വല്ലപ്പോഴും ഒന്ന് പോകുന്ന നല്ലതാണ്. തിരുവനന്തപുരം സൈഡില് അവിടെയുള്ള അനേക ദൈവമക്കളെ അറിയാം. അവരെല്ലാം നിങ്ങളെ പോലൊക്കെ സാധുക്കളാ. പക്ഷെ നല്ല സിസ്റ്റം കൊണ്ടുവെക്കും. എന്തിനാണെന്നറിയാവോ? കേൾപ്പിക്കാൻ. 2-3 കിലോമീറ്റർ അവിടെ ചെല്ലുമ്പോഴേ കേൾക്കാം യോഗത്തെ പറ്റി. നല്ല ക്ലിയറായിട്ട് കേൾക്കാം. ലൈറ്റും ഒക്കെ ഇണക്കി. വഴിയും തെറ്റുകയല്ല. ഇത് നമ്മൾ അടുത്ത് വരുമ്പോ തന്നെ തെറ്റുക. എവിടാ? ഒന്നും കേൾക്കാൻ മേലല്ലോ. അപ്പൊ പാസ്റ്റർ എവിടാ നിൽക്കുന്നത്? ഞാൻ തേണ്ടി വിടാം. അയ്യോ, തെക്കോട്ട് നോക്കിക്കേ. ഓ, ഇതായിരുന്നോ? മനസ്സിലായില്ല. ഇവിടുത്തെ കാര്യമല്ല. ഇവിടെ കൃത്യമായിട്ട് വെളിയിൽ നിന്ന് എന്നെ കണ്ടു. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോഴേ കേൾപ്പിക്കുകയല്ല.
അടുത്ത് ചെന്നാൽ പോലും കേൾക്കുകയില്ല, വരുന്നവരും കേൾപ്പിക്കുന്നില്ലല്ലോ. പക്ഷെ അവിടെ ചെന്നാ ദൂരെ കേൾക്കാം, വഴിയും തെറ്റുകയല്ല. ഒരു 3 കിലോമീറ്റർ ചെല്ലുമ്പോഴേ ലൈറ്റും ഒക്കെ ഇട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കേട്ടോണ്ട് അങ്ങോട്ട് പോകുന്ന പാട്ടുമൊക്കെ കേട്ടോണ്ട്, വഴിയും തെറ്റത്തില്ല. തന്നെയല്ല നമുക്ക് നല്ല ഒരു അന്തരീക്ഷമാണ്. പക്ഷെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നമ്മുടെ ഏരിയയായി കേൾപ്പിക്കത്തില്ല. ഒരു സ്ഥലത്തല്ല, മിക്കടത്തും ഇതൊക്കെ തന്നെ കേൾപ്പിക്കുകയല്ല. തന്നെയല്ല, ചെല്ലുമ്പോഴേ പറയും 9 ആകുമ്പോൾ നിർത്തിയേക്കണമെന്ന്. 9 ഇന്നോട് ഇപ്പൊ പറഞ്ഞു 10 ആയാലും നിർത്തണ്ടെന്നാ. എന്ത് ചെയ്യാ, പറഞ്ഞ പുള്ളിയെ കാണുന്നതില്ല. പറഞ്ഞേച്ച് പുള്ളി പോയെന്ന് തോന്നുന്നു. പുറകിലുണ്ട്. ദൈവത്തിന് മകൻ 10 വരെ വേണ്ട, ഗുണമാകാനാന്നേ 9 ആകുമ്പോഴേ ഗുണമാകണം. എന്തിനാ വെറുതെ 10 വരെ ഇരുത്തുന്നത്? അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. മറ്റു കാര്യമൊന്നും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും കൊച്ചുമക്കളും എല്ലാം കൂടി ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒന്നും അല്ല ഈ പറയുന്നത്. ഞാൻ എപ്പോഴും പറയും, പ്രായമുള്ളവർ പറയല്ലേ, എന്തുവാ എടി പിന്നെ മൂത്തവര് വർത്താനം പറയുന്നതിന്റെ കീഴേ കയറിയിരിക്കുന്നത്, എന്നാ കേൾക്കാനാ ഓ എന്ന് പറഞ്ഞാൽ മൂത്തവര് പറയുന്നതൊക്കെ അതറിയാം. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെ മൂത്തവരിരുന്ന് മിണ്ടുന്നില്ല. അതാ പിള്ളേരുടെ ഇരിക്കുന്നത്, എന്നാ കേൾക്കാണ്ടിരിക്കുക, പ്രായമുള്ളൊരു വർത്താനം പറയുന്നിട്ട് പോകും. അപ്പൊ പ്രായമുള്ളവരെല്ലാം പറയുന്നത് ഇത്ര ആവശ്യമില്ലാത്തായി പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും വന്നിരുന്ന് കേൾക്കാം, മൂത്തവർക്കും കേൾക്കാം, ഇളയവർക്കും കേൾക്കാം, പിള്ളേർക്കും കേൾക്കത്ത്. കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കേൾക്കുന്ന കണ്ടോ? മനസ്സിലാകുന്നില്ലയോ മോനെ? മനസ്സിലാകുന്നില്ലേ മോളെ? അതാ കേൾക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന, അത് വേറെ കേസാ, ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന ഒന്നാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ഓടിച്ചു പോകാം. സുവിശേഷം കേൾക്കാനുള്ള ഗുണമെന്ന ഞാൻ ഇന്നും പറയാനുണ്ട്. എന്നിട്ട് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 തിരുവെടുത്തുകൾ അറിവുള്ളതാ എങ്കിലും ഒന്ന് വായിച്ചു വിട്ടു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് യേശു ക്രിസ്തു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശു ആദ്യം ഗലീലയിലാണ് ചെന്നത്. ഗലീലയിൽ അതെന്നാ ഗലീലയിൽ ചെന്നത്? ഗലീലക്കാരെ ആർക്കും വലിയ താല്പര്യമുള്ളതല്ല. അവിടോട്ടാ യേശു ചെന്നത്. ഞാനും നിങ്ങളുമൊക്കെ ചെല്ലുന്നത് താല്പര്യം ഉള്ളിടത്തോട്ടാ. നമ്മൾ പറയല്ലേ, ജോർജ് കുട്ടി നമ്മക്കാണ്ട വീട്ടിലോട്ട് പോകാൻ, ഞാൻ വരുന്നില്ല. അതിനാ അവർക്ക് എന്നോട് വലിയ താല്പര്യം ഇല്ല. അത് നമുക്ക് അവറാച്ചായന്റെ വീട്ടിൽ പോകാം, പുള്ളിക്ക് എന്നോടും താല്പര്യമായി, എനിക്ക് പുള്ളിയോടും താല്പര്യം. അതെ, നമ്മുടെ ആൾക്കാർ സുവിശേഷം പരസ്യയോഗം നടത്താൻ പോകുമ്പോഴും ചിലര്, എല്ലാവരും അല്ല ചിലര്, നമുക്ക് അവിടെ പോയി ഒരു പരസ്യയോഗം നടത്താം, വേണ്ട അവിടെ ആരും ചെയ്യിപ്പിക്കത്തില്ല. നമ്മുടെ ആൾക്കാരെ ഓടിച്ച സ്ഥലമാണ്. ആന്നോ? എന്നാ വേണ്ട. പിന്നെ നമുക്ക് എവിടെ പോകണം? നമുക്ക് കുമ്പനാട്ട് കവലയിലാണെങ്കിലും ഇനിയിപ്പോ ഈ രീതിയിലാ പോകുന്നെങ്കിൽ അവിടെയും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതെന്നാന്ന് ഇപ്പൊ മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. ഈ രീതിയിലാ പോകുന്നെങ്കിൽ അവിടെയും മിക്കവാറും സാധ്യതയുണ്ട്. നമ്മളെല്ലാം ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാ പോകുന്നത്. പക്ഷെ ഗലീലയിലോട്ടാ യേശു ആദ്യം ചെന്നത്. യേശു ക്രിസ്തുവിന്റെ കന്നി പ്രസംഗം ഗലീലയിലാ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതലൊന്ന് വായിച്ചേ. 12 തോന്നുന്നു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. യേശു ഗലീലയ്ക്ക് ആദ്യം വാങ്ങിപ്പോയത്. നസ്രത്ത് വിട്ട് 3-ാം അധ്യായത്തിൽ അവിടുന്ന് സ്നാനപ്പെട്ട് 4-ാം അധ്യായത്തിൽ അവിടുന്ന് ഉപവസിച്ചു 40 ദിവസം. ഉപവസിച്ച് ആത്മശക്തിയോടെ ആത്മനിയോഗത്തോടെ അവിടുന്ന് മരുഭൂമിയിലേക്ക് പോയി. പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ട് യേശു പരീക്ഷയെ ജയിച്ച് ജയപേര് മുഴക്കി യേശു ആത്മശക്തിയോട് ആദ്യം ഗലീലയിലേക്കാണ് പോയത്. ആ ഗലീലയിൽ എന്തിനാ ചെന്നത്? സുവിശേഷം അറിയിക്കാൻ. അതെന്താ? ഗലീലക്കാരെ ആർക്കും താല്പര്യമില്ല. കാരണം ഗലീല എന്ന് പറയുന്നത് ഇരുണ്ട സ്ഥലമാണെന്ന. പണ്ട് ഈ ശലോമോൻ ഹീരാമിന് സ്ഥലം കൊടുത്തു. സ്ഥലം കൊടുക്കാൻ കാര്യം, ശലോമോൻ പള്ളി പണിയാൻ നേരത്ത് തടി മേടിച്ചത് ഹീരാമിനോടാ. അപ്പൊ ഹീരാമിനോട് തടി ചോദിച്ചു, തടിയെല്ലാം കൊണ്ട് കൊടുത്തു. മരം വെട്ടിക്കൊണ്ടുവന്ന് ആലയം പണിതു. അപ്പൊ ആലയം പണിയാൻ തടി കൊടുത്ത ഹീരാമിന് ശലോമോൻ 20 പട്ടണം കൊടുത്തെന്ന. ആ പട്ടണം അത്ര നല്ല പട്ടണമല്ല.
വലിയ സുഖകരമല്ലാത്തൊരു പട്ടണം. ഹീരാൻ ചോദിച്ചു, സഹോദര ഇതാണോ തരുന്നത്? ഇതാണോ? അതാ സഹോദര ഇങ്ങനാണോ? അതാ ഹീരാമിനോട്, സഹോദര ഇങ്ങനെ അല്ല. വായിച്ചേ 9:10 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും. ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനി എന്ന 2 ഭവനം 20 സംവത്സരം കൊണ്ട് പണിത ശേഷം 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം, സോർ രാജാവാകുന്ന ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട്, ദേവദാരുവും സരളമരവും സ്വർണവും എല്ലാം കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം കൊടുത്തു. പുള്ളി കൊടുത്തു 20 പട്ടണം കൊടുത്തു ഹീരാമിന്. കൊടുക്കാൻ കാര്യം തടി തന്നതല്ലേ പള്ളിക്ക് തടി തന്നതാ. ദൈവാലയം, യെരൂശലേം ദേവാലയം പണിയാൻ പള്ളിക്ക് തടി തന്നു. സരളമരവും ദേവദാരുവും സ്വർണവും ഒക്കെ കൊടുത്തു. സ്വർണം കൊടുത്തെന്നല്ലേ? സ്വർണം കൊടുത്തെന്നാണോ? സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വാക്യം വായിച്ചു. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് സോർ രാജാവ് കൊടുത്തു. കാരണം ഇവർക്ക് കാശുള്ളവരാ. ആരാ? സോർ രാജാക്കന്മാര്. 45-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് സോർ നിവാസികൾ ദേശത്തിലെ കല്യാണത്തിന് വായിച്ചു കേട്ടിട്ടില്ലേ? കല്യാണമൊന്നും ഈ ഏരിയ നടക്കുന്നില്ലായിരിക്കും. കല്യാണത്തിന് വായിക്കുന്നതാ. സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാർ, അവർ കാഴ്ചവെച്ച് മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ ഒരു വരി പാടട്ടെ. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. ജോഡി വായിക്കാൻ ഞാൻ അവസരം തന്നതാ. ഞാൻ വെള്ളം കുടിക്കാൻ പോകും. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണ യാമിവളി അണിയും വസ്ത്രം പൊൻകസപ്പ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ കാമിവളി അണിയും വസ്ത്രം പൊൻകസപ്പ് കൊണ്ടു നെയ്തത്. മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി.
ദന്തം കൊണ്ടുള്ളതാം ചന്തമേറെ രാജധാനി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറെ രാജധാനി സ്വാതന്ത്രം വരൂ തുന്നല്ലോ നിന്നെ കനീശം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം സാത്വബോധം വരൂ തുന്നല്ലോ നിന്നെ കനീശം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ ചിന്മയേറുവനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു ചിന്മയനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, പള്ളി പണിയാനായിട്ട് ഹീരാം തടി കൊടുത്തു. അത് സരളമരവും ദേവദാരുവും സ്വർണവും. പള്ളി പണിയാനൊക്കെ വല്ലതും കൊടുക്കണേ. 5 ഏക്കറുള്ളവനും കൊടുക്കുന്നത് 5 സെന്റ് സ്ഥലമാ. 5 ഏക്കറുണ്ട്, കൊടുക്കുന്നത് എത്രയാ? മിണ്ടുന്നില്ല. അത് വഴിയില്ല. അത്യാവശ്യ കാര്യത്തിന് പോകണമെങ്കിൽ മറ്റവന്റെ പറമ്പിൽ പോകണം. മിണ്ടുന്നില്ലല്ലോ ആരും. എല്ലാരും അങ്ങോട്ട് പോകുന്നോണ്ട് ഇവിടെ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും. നല്ല കാര്യം. 10 ഏക്കർ സ്ഥലമുള്ളവന് ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അത്ഭുതം ചെയ്യണമെന്ന്. എന്തുവാ? 10 സെന്റ് സ്ഥലം ഞങ്ങളുടെ സഭയ്ക്ക് തരണം. കാനഡയിലെ കറിയാച്ചനോട് ദൈവം ഇടപെടാൻ. ഇവന് 10 ഏക്കറുണ്ട്, അത് തൊടിയിക്കുകയല്ല. എന്നെ എല്ലാരും മിണ്ടാതിരിക്കുന്നത്? നന്നായിട്ട് കൊടുക്കണം, വല്ലു നല്ലതുപോലെ കൊടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഹീരാം തടി കൊടുത്തു. നല്ല തടിയാ കൊടുത്തത്. ഏതാ തടിയുടെ പേരെന്നാ? തടിയുടെ പേര് സരളമരം, ദേവദാരു. പണ്ടൊരാള് പറഞ്ഞു സരള മരം കൊടുത്തായിരുന്നു. വേറൊരാള് പറഞ്ഞു അവള് മരമേ കൊടുത്തോളൂ എന്ന് ചോദിച്ചു. അപ്പൊ സരളമരം കൊടുത്തു. പിന്നെ ദേവദാരു, സ്വർണവും. ദേവദാരു ഒക്കെ കൊടുക്കണം. എന്തിനാ നമ്മൾ കൊടുക്കും? ദേവദാരു പൂത്തെന്നും പറഞ്ഞ് പാടി നടക്കുക. ഒന്നും അറിയാൻ മേല. കോളേജിന്റെ സൈഡിൽ കൂടെ 4 മണി വിട്ട സമയത്ത് നീ പാടിയതാ? ഏതാ? ഒന്നും അറിയാൻ മേല. ദേവദാരു പൂതെന്ന്. ഇപ്പോഴല്ല, പണ്ട് പാടിയ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പൊ പിന്നെ വേറെ പാട്ടാ. സിയോൻ സഞ്ചാരി ഞാൻ. ആയിക്കോട്ടെ, അത് പാടുന്നുണ്ടേ കുഴപ്പമില്ല. അപ്പൊ ദേവദാരു കൊടുത്തു, സരളവൃക്ഷം കൊടുത്തു, പൊന്നുമൊക്കെ കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് ശലോമോൻ അതിന് പ്രതിഫലമായിട്ട് പുള്ളിക്ക് 20 പട്ടണം കൊടുത്തന്ന. ഒന്നുകൂടെ വായിച്ചു. ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ ഹീരാമിന് കൊടുത്ത പട്ടണം കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. സോർ രാജാവ് അവിടുന്ന് ഇവിടെ വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. ബോധിക്കാത്ത സ്ഥലമായി കൊടുത്തത്. ബോധിച്ചില്ല. ചിലര് കൊടുക്കും, ഗുണം വരികയല്ല. കൊടുത്തെന്ന് പേരും കിട്ടിയവന് ഗുണം വന്നോ? അതുമില്ല. ഇവര് പേരെടുക്കും. കൊടുത്തു വർഷങ്ങളായിട്ട് കൊടുത്തു. നല്ല കാര്യം. ചിലരെ ആഹാരം കൊടുക്കും, വയറ് നിറച്ച് കൊടുക്കുകയല്ല, കൊടുത്തെന്ന് പേരും. എനിക്കറിയാവുന്ന ഒരു വീടുണ്ടായിരുന്നു, കൊടുക്കുകയല്ല, കൊടുക്കും വയറ് നിറച്ച്. ഈ ആഹാരം വയറ് നിറച്ച് കൊടുക്കണം. ഒത്തിരി വിഭവങ്ങള് കൊടുക്കുന്നതല്ല വിഷയം. ചിലപ്പോൾ ഒരു ചമ്മന്തിയെ കാണുകയുള്ളു, മുളക് ഉടച്ചതായിരിക്കും, പക്ഷെ അത് വയറ് നിറച്ച് കൊടുക്കണം. ഇത് കൊടുത്തെന്ന് പേരും അവന് ഗുണം വന്നോ? അവൻ പിന്നെ നോക്കിയിരിക്കുക. ഇവരോട് ചോദിക്കുന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്കറിയാം ഇല്ലെന്ന്. ചിലരുണ്ടെങ്കിലും കൊടുക്കുകയല്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. വയറ് നിറച്ച് കൊടുക്കണം. ആഹാരം കൊടുക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അത് വയറ് നിറച്ചവർക്ക് കൊടുക്കണം. ദൈവത്തിന് മഹത്വം. ആഹാരം മാത്രം, അത് എന്ത് കൊടുത്താലും നല്ലത് കൊടുക്കണം.
അതിന് ഏറ്റവും വലിയ തെളിവ് ആ സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്തു. എന്ത് കൊടുത്തു? ഏറ്റവും നല്ലവനായ തന്റെ പുത്രനെ കൊടുത്തു. അതാ നമ്മുടെ മാതൃക. ഏറ്റവും മെച്ചപ്പെട്ടത് ആ പുത്രൻ. ആ പുത്രനെ കൊടുത്തു. ഞാനും നിങ്ങളും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഏറ്റവും നല്ലത് കൊടുക്കണം. കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് വസ്ത്രമില്ല, ഒരു സാരി കൊടുത്താൽ നല്ല സാരി കൊടുക്കണം. അല്ല തട്ടി കീറിയതും തുമ്പ് കൂട്ടി തുന്നിയതും ഉറുമ്പരിച്ചത് ഇഷ്ടമില്ലാത്തതുമല്ല കൊടുക്കുന്നത്. അതെല്ലാം പൊതിഞ്ഞ് 5-6 കടലാസ് ഇട്ട് പൊതിഞ്ഞ്. കാരണം ഇവിടെ വെച്ച് എങ്ങും തുറന്ന് നോക്കരുത്. അതിനാ പൊതിഞ്ഞ് 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 അവിടെ ചെന്നിച്ച് പൊതി അടിച്ചടിച്ച് ഊപ്പാട് വരിക. അങ്ങനല്ല, ഏറ്റവും നല്ലത് കൊടുക്കണം. എന്ത് കൊടുത്താലും കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുള്ളവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഹീരാമിന് ശലോമോൻ കൊടുത്തു 20 പട്ടണം. പക്ഷെ അത്ര നല്ലതല്ല. പട്ടണം കൊടുത്ത സ്ഥലം പട്ടണം കാണേണ്ടതിന് ഹീരാം വന്നു. അടുത്ത വാക്യം. എന്നാൽ അവന് ബോധിച്ചില്ല. എന്നാൽ അവന് ബോധിച്ചില്ല. ആർക്ക്? ഹീരാമിന് ബോധിച്ചില്ല. ബോധിക്കാത്തതായി കൊടുത്തത്. അടുത്തത്. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത്? എന്റെ സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണം എന്ത്? ഇതെന്തിനു കൊള്ളാം? കാരണം അങ്ങനത്തെ സ്ഥലമായി കൊടുത്തത്. ഇത് ഗലീല പ്രദേശമൊക്കെ ആയി കൊടുത്തത്. പിന്നീട് പഠിച്ചു വരുമ്പോൾ ഈ സ്ഥലത്തിന് വേറെയും കുഴപ്പടിയുണ്ട്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ സ്ഥലത്തെ പറ്റി വായിക്കുന്നത് അന്ധകാരം നിറഞ്ഞ സ്ഥലമായിരുന്നുണ്ട്. വായിച്ച് 9-ന്റെ 1-ഉം 2-ഉം പെട്ടെന്ന് വായിച്ചു. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. അപ്പൊ ഇത് കഷ്ടതയുടെ ദേശമാ, തിമിരമുള്ള ദേശം. അടുത്തത്. പണ്ട് അവിടുന്ന് സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇത് ജാതികളുടെ ഗലീല എന്നാ പറയുന്നത്. അടുത്തത്. പിന്നെ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അത് എല്ലാ വാക്യങ്ങളും എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ ദേശത്തിന്റെ കുഴപ്പടി അന്ധതമസ്സുള്ള ദേശം, ഇരുട്ടുള്ള ദേശം, അന്ധകാര നിബിഡമായ ദേശം, പ്രകാശമില്ലാത്ത ദേശം, തിമിരമുള്ള ദേശം, കഷ്ടതയുള്ള ദേശം. അതുകൊണ്ടാ ഹീരാൻ ചോദിച്ചത്, എന്തുവാ ഇതൊക്കെ തന്നു? ഹീരാമാരാ വലിയ ധനാഢ്യനാ, ശലോമോനാരാ ഇതുപോലെ ബുദ്ധിയുള്ളവൻ. ബുദ്ധി കൊണ്ടാ ഇങ്ങനെ കൊടുത്തത്. അപ്പം ചാകാൻ നേരത്ത് പറഞ്ഞു പോയി, നീ നല്ല ബുദ്ധിമാനല്ലേ എന്ന്. പുള്ളി അത് നല്ല കൈകാര്യം ചെയ്യും. അപ്പൊ ശലോമോൻ ബുദ്ധിയോടെ പുള്ളിക്കിരിക്കട്ടെ. അങ്ങനെയൊക്കെ ഈ സ്ഥലം കൊടുത്തു. പക്ഷെ ഇത് ഹീനതയും അന്ധകാരവും തിമിരവും കഷ്ടതയും ഒക്കെയുള്ള വല്ലാത്ത സ്ഥലമാ ഈ ദേശം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പഠിക്കണം, ആ ദേശത്തായിരുന്നു യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ. ഗലീല സ്ഥലം. കാരണം ഇത് ഹീനതയുള്ള ദേശമാണ്. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെല്ലാം കൂടെ മാളികമുറി കൂടി 120 പേര് കൂടുന്ന സംഘം ദൈവത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മ നിറവിനായി കാത്തിരുന്നപ്പോൾ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അന്യഭാഷ അവര് സംസാരിച്ചു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയൊക്കെ സംസാരിച്ചു. വൻ കാര്യങ്ങളായി ഇവർ പ്രസ്താവിക്കുന്നത്. 18 ഭാഷക്കാർക്കും പിടികിട്ടി. അവർക്കെല്ലാം പിടികിട്ടി ഇവർ പറയുന്ന കാര്യം. അപ്പൊ അവര് ചോദിച്ചൊരു പദമുണ്ട്, ഇവരെല്ലാം ഗലീലക്കാരല്ലേ എന്ന്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഗലീലക്കാർക്ക് വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷെ ഇവർ വെച്ചലക്കുന്ന അപൂർവമായ വൻകാര്യമാണ്. അപ്പൊ വന്നവര് പറഞ്ഞു ഇവരെല്ലാം ഗലീലക്കാരല്ലേ. സ്തോത്രം. അപ്പൊ ഗലീലക്കാരെ ആ വിധത്തിൽ താഴ്ത്തിക്കെട്ടിയാ കാണുന്നത്. പക്ഷെ യേശു ആദ്യം ചെന്നത് അങ്ങോട്ടാണ്. ഞാന് ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. ഈ ഹീരാമിന്റെ ധനം കൊണ്ട് ഈ സ്ഥലം റെഡിയായില്ല. ശലോമോന്റെ ബുദ്ധി കൊണ്ടും ഈ സ്ഥലത്തിന് മെച്ചം വന്നില്ല. പക്ഷേ ശലോമോനിലും വലിയവനായവൻ, ദൈവാലയത്തെക്കാൾ വലിയവനായവൻ, യോനയിലും വലിയവനായവൻ, സ്വർഗത്തെക്കാൾ വലിയവനായവൻ വന്നപ്പോൾ ആ ഹീനത മുഴുവൻ മാറി. മാത്രമാണോ യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഗലീലക്കാരല്ലേ? കർത്താവ് ഗലീല കടപ്പുറത്തൂടെ നടക്കുമ്പോൾ, ഗലീല കടപ്പുറത്തൂടെ അങ്ങനെ ഗലീല കടപ്പുറത്തൂടെ നടന്നപ്പോൾ 2 പേര് വീശുന്നു. ആരൊക്കെയാണ്? പത്രോസും അവന്റെ സഹോദരൻ അന്ത്രയോസും 2 പേരുടെ വീശുന്നു ഗലീല കടപ്പുറത്ത്. ഏതാ? ഹീനതയുള്ള, തിമിരമുള്ള, അന്ധകാരമുള്ള, കഷ്ടതയുള്ള, ബുദ്ധിമുട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് ആദ്യം 2 എണ്ണത്തിനെ ഇങ്ങോട്ട് സ്തോത്രം. അവിടുന്നായിരുന്നു 2 എണ്ണം ഇനി വരാൻ പറഞ്ഞു. വീശുന്നു. കർത്താവിന് മനസ്സിലായി മീൻ പിടിക്കാൻ കൊള്ളാം, വരാൻ പറഞ്ഞു. അന്ത്രയോസിനെയും പത്രോസിനെയും.
അത് കഴിഞ്ഞ് പിന്നെ അതിലെ കൂടെ അങ്ങോട്ട് പോയപ്പോൾ രണ്ടുപേര് വല നന്നാക്കുന്നു. ആരാ? യോഹന്നാനും അവന്റെ സഹോദരൻ യാക്കോബും, സെബദി മക്കള് നന്നാക്കുന്നു. അപ്പൊ യേശുവിന് മനസ്സിലായി ഇവരെ നന്നാക്കാൻ കൊള്ളാം. വരാൻ പറഞ്ഞു. 2 എണ്ണം വീശുന്നു, 2 എണ്ണം നന്നാക്കുന്നു. നമ്മൾ ഇതിലൊന്നും വീശുന്നുമില്ല, നന്നാക്കുന്നതിൽ വെറുതെ വന്നുറങ്ങുക. അപ്പൊ യേശു ക്രിസ്തു കന്നിപ്രസംഗം നടത്തിയത് ഈ സ്ഥലത്താ. എല്ലാവരും കൊള്ളുകയെന്ന് പറഞ്ഞ സ്ഥലം. ആർക്കും ഇഷ്ടപ്പെടാത്ത വ്യക്തികള് യേശുവിന് ആവശ്യമാ. ഞാൻ അധികം ദീർഘമാക്കുന്നില്ല. ആ സ്ഥലത്ത് വന്ന് യേശു സുവിശേഷം അറിയിച്ചു. അതാ മർക്കോസ് 1:14. ഇനി വായിച്ച സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? 1:14. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്തത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടണം. അപ്പോൾ ശരി, ശ്രദ്ധിക്കുക, ഓടിച്ചു പറയാ. ഒന്ന്, ഈ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം എന്തുവാ ഈ മാനസാന്തരം? ഒറ്റ വാക്ക് പറഞ്ഞാൽ തിരിഞ്ഞു വരണം. നേരത്തെ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും കാട്ടിക്കൂട്ടിയതൊന്നും ഇനി പാടില്ല. മാനസാന്തരപ്പെട്ട് കഴിക്കുമ്പോൾ ഒരു തിരിഞ്ഞു വരവാ. പഴയ വഴിയിൽ കൂടെ നടക്കരുത്, പഴയ വഴിയിൽ പോകരുത്, പണ്ടത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇനി ഇടപെടരുത്. നീ ഒരു പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുക. അതാ ഈ മാനസാന്തരം. എല്ലാം വിവരിക്കുന്നില്ല, വിസ്തരിക്കുന്നില്ല. ഇന്നലെ വന്ന കർത്തദാസൻ ചില കാര്യം പറഞ്ഞു കാണാം. നാളെ വരുന്ന പ്രഗത്ഭനായ കർത്തദാസൻ അദ്ദേഹവും പറഞ്ഞു. തിരിഞ്ഞു വരവ് മാത്രമാണോ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? വഷളത്വം വിടുന്നതാ. വഷളത്വം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണമെന്നാ. വഷളത്വം, ഒത്തിരി കാര്യം വഷളത്വങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം വിവരിക്കാൻ നേരമില്ല. പൊതുയോഗമായതുകൊണ്ട് എല്ലാം പറയാനൊക്കത്തില്ല. വഷളത്വം ഒത്തിരി ഉണ്ട്. അതെല്ലാം അങ്ങ് വിടണം. അതാ ഈ മാനസാന്തരം. അപ്പൊ ഈ ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ഒരു തിരിഞ്ഞു വരവാ. പഴയ വഴിയിൽ കൂടെ പോകരുത്. ഞാൻ അധികം വിവരിക്കുന്നില്ല. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. യെരൂശലേം പള്ളിയിൽ പോയിച്ച് തിരിച്ചു വരിക. ഷണ്ണൻ തേരിനകത്തിരുന്ന് വായിക്കുക യെശയ്യാ പ്രവചനം 53. അപ്പം പീലിപ്പോച്ചനോട് പറഞ്ഞു, വേണ്ട അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഗസയ്ക്കുള്ള നിർജ്ജന ദേശം ഓടി തേരിനോട് ചേർന്നു തേരെ കയറാൻ പറഞ്ഞ് കയറിയപ്പം പുള്ളി ഇരുന്ന് വായിച്ചോണ്ടിരിക്കുക. ഫേസ്ബുക്ക് ഒന്നുമല്ല, വേദപുസ്തകമാണെന്ന് എഴുതിയിട്ടില്ല, തോൽ ചുരുള തിരുവെടുത്ത് എഴുതിയത്. അപ്പൊ ചോദിച്ചു, എന്തുവാ വായിക്കുന്നത്? ദൈവവചനം. ഏത് ഭാഗമാണ്? 53 യെശയ്യാവ്. അതിലേത് വിഷയമാണ്? അറക്കാനുള്ള ആടെ പോലെ എണ്ണുന്ന ഭാഗമാണ്. ആരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്? വായിക്കുന്നുണ്ടല്ല ഉള്ളു. ചിലര് എന്നും വായിക്കും, ഒന്നും മനസ്സിലാകുന്നില്ല, എന്നും അങ്ങ് വായിക്കുക. ചിലർക്ക് വായനാ ഭാഗമുണ്ട്. സമയമാകുമ്പോൾ ഒരാളുണ്ട്, പുള്ളി വന്ന് വായനാ ഭാഗം തുറന്നങ്ങ് വായിക്കുക. ഇതെന്നാണ് പുള്ളിക്കും അറിയാൻ മേല, കേൾക്കുന്നവർക്കും അറിയാൻ മേല. ചിലർ ശ്രദ്ധിക്കത്തുമില്ല. അപ്പൊ ഇതങ്ങ് വായിക്കുന്ന നല്ലതാണ്, ഇതിനെപ്പറ്റി ഗ്രഹിക്കുന്നൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, ഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഷണ്ണനോട് പീലിപ്പോച്ചൻ പൊരുൾ തിരിച്ചു കൊടുത്തു. വായിച്ച ഭാഗം അവിടെ എഴുതിക്കുന്നത്, ആ വായിച്ച ഭാഗത്തിൽ നിന്ന് സുവിശേഷം പറഞ്ഞെന്ന 8-ാം അധ്യായത്തിന്റെ 35 മുതൽ വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം അറിയിച്ചു, യേശുവിനെ പറ്റി. അങ്ങനെ സുവിശേഷം അറിയിച്ച് ഈ തേരിൽ ഇങ്ങനെ മുൻപോട്ട് പോകുകയാ. കുറച്ചു ദൂരം ചെന്നപ്പം വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നു. അപ്പൊ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയാ, വെള്ളം എന്നെ ദാഹിക്കുന്നു? അല്ലല്ല, സ്നാനപ്പെടണം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനവും പറയണം. ആൾക്കാരെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി യേശു രക്ഷിക്കും, കൈ പൊക്ക, കാല് പൊക്ക, മുന്നോട്ട് വാ, സിസ്റ്റർക്ക് എന്തോ തോന്നുന്നു, ബ്രദറിന് എന്തോ സംഭവിച്ചു, ബ്രദറെ, അതൊക്കെ നല്ല കാര്യം. ഇത് മാത്രം പറയിപ്പിച്ച് വിട്ടാ പോരാ, ശരിക്ക് സ്നാനം പറയണം. സ്തോത്രം. ശരിക്ക് സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ സ്നാനമാ. പണ്ടത്തെ യോഗമൊക്കെ അങ്ങനെ, കൺവെൻഷനൊക്കെ അങ്ങനെ. സാധാരണ ദൈവദാസന്മാരെയൊക്കെ വിളിക്കുമ്പം തലേന്നും പിറ്റേന്നും ഒക്കെ വരുന്നൊരു ചോദിക്കും, ഇന്നലെ എന്തുവാ പറഞ്ഞെന്ന്. അപ്പൊ ആദ്യത്തെ ദിവസം വിളിക്കുന്ന ആള് മാനസാന്തരമായിരിക്കും മിക്കവാറും പ്രസംഗിക്കുന്നത്. 2-ാം ദിവസം വരുന്ന ആള് സ്നാനത്തെ പറ്റി പറയും. 3-ാം ദിവസം വരുന്ന ആൾ അഭിഷേകത്തെ പറ്റി പറയും. 4-ാം ദിവസം ഉണ്ടെങ്കിൽ വരുന്ന ആള് വേർപാടിനെ പറ്റി പറയും.
പിന്നെ 5ഉം 6ഉം ഒക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഞാൻ ആ പണ്ടത്തെ യോഗം, ഇപ്പോഴത്തെ യോഗം എല്ലാവരും വിടുതൽ പറയും. 7 ദിവസവും വിടുതല. 1-ാം ദിവസം നേരെ നിന്ന് തങ്കയെ തള്ളി താഴെ ഇട്ടു. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു താഴെ വീടരുത്, ഒരു പരുവത്തിനെ ഇതിന് കൊടുക്കുന്നതാണ് നല്ലത്. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇന്ന് രാത്രി ചിലതൊക്കെ നടക്കുമെന്ന്. ശരിയാ, കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് നടന്നു പോയി, കുറെ പേര് യോഗം കഴിഞ്ഞ് നടന്നുപോയി, ഒരു പുള്ളി നടന്നുപോയി. അതാ ചിലതൊക്കെ ഇന്ന് നടക്കും. വേറെ ചില പറഞ്ഞ എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം വന്നതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ മേലെന്ന്. അങ്ങനെ ഉണ്ട്, എനിക്കൊന്നും മിണ്ടാൻ മേലെന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്കൊന്നും മിണ്ടാൻ മേല. ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞു മിണ്ടുന്നവരവിടെ ഉണ്ടായിരുന്നില്ല, അവർക്ക് കൊടുക്കണ്ടായിരുന്നു. നീ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് മൈക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം, മിണ്ടുന്നവൻ അവിടെ വെറുതെ ഇരിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. അത് ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം, ആ സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. അതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ ഷണ്ണൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അന്ന് ആ മുക്കാൻ പറഞ്ഞില്ല, നീ വിശ്വസിക്കുന്നു. പ്രായമുള്ളവരെ മുക്കാൻ വ്യവസ്ഥയില്ല, പിള്ളേരെ മുക്കാനും വ്യവസ്ഥയില്ല, ഒറ്റ വ്യവസ്ഥയുള്ളൂ, വിശ്വസിക്കുന്നവരെ മുക്കണം. ഇത് വിശ്വസിക്കുന്നവരെയാ മുക്കേണ്ടത്. ഷണ്ണൻ ഫിലിപ്പോസിനെ സ്നാനപ്പെടുത്തി. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷില്ല. എങ്ങനെയാ സ്നാനം? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ, യേശുനാമത്തിലല്ല, പത്രോസിന്റെ നാമത്തിലുമല്ല, പൗലോസിന്റെ നാമത്തിലുമല്ല, സഭാപിതാക്കന്മാരുടെ നാമത്തിലൊന്നുമല്ല. യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞേച്ചാ പോയത്. കാരണം തെറ്റിക്കുമെന്ന് കർത്താവിനറിയാം. ഒത്തിരി വിദ്വാന്മാര് പിന്നെ വരും, തിയോളജിയന്മാര്, വലിയ വലിയ വകുപ്പ് പറഞ്ഞ ആൾക്കാർ വരും. യവന്മാര് വന്നിട്ട് കുഴയ്ക്കുമെന്ന് യേശുവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് യേശു വളരെ ക്ലിയർ ആക്കി പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ ഏകത്വം, ത്രിയേക ദൈവം. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ? ത്രിയേക ദൈവം, നാമങ്ങളിൽ എന്നല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്ന് തന്നെ. ഇതാണ് യേശു പഠിപ്പിച്ച ഉപദേശം. അപ്പോൾ ഈ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം. അപ്പൊ സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക. പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച മാർഗമല്ല ഇത്. പെന്തിക്കോസുകാർ ഈ കേരളത്തിൽ വരുന്നതിന് മുമ്പേ തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ആൾക്കാർ തപ്പി നോക്കിയപ്പോൾ ഇത് കൃത്യമാണെന്ന് മനസ്സിലായി. അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാ. നീ അതിന് പല്ല് കടിച്ചിട്ടോ ആൾക്കാരെ തടഞ്ഞു വെച്ചിട്ടോ ഉരുക്കൊപ്പിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇതിന് മരിച്ച് കീറിക്കളയാനും ഒക്കത്തില്ല. ഇതുള്ള കാര്യമാ. എന്റെ ജോർജ് കുട്ടി മുങ്ങിയെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. അപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനമുണ്ട്. അപ്പൊ ഓടിച്ചു പറയാം, എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്ന അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം ഉണ്ടാകും, 2 സ്നാനം നടക്കും, സ്നാനപ്പെടണം. 3 സുവിശേഷം ശരിക്ക് കേട്ടാൽ, സുവിശേഷം വചനമാകട്ടോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമാ. അതാ സുവിശേഷം. ഈ വചനം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. നിന്നെന്നൊക്കെ ചിലര് പറയുന്നു. ഞാൻ തർക്കിക്കാനില്ല, എനിക്ക് നിന്നിട്ടില്ല. പുസ്തകത്തിൽ എനിക്ക് വന്ന് വാക്യവും ഇല്ല. ഇനി പിന്നെ എനിക്ക് ആരെയും വലിയ കാര്യവും ഇല്ല ആ വിഷയത്തിൽ. ശരിക്കും വചനം കേട്ട അഭിഷേകം വരും, തെളിവ്. കൊർന്നല്യോസ് വീട്ടിലോട്ട് പത്രോസിനെ കർത്താവ് അയക്കുക. പുള്ളി പോകുകയല്ല, അതിന് ആ തുപ്പട്ടി ഇറക്കി കാണിച്ചു. അപ്പൊ പുള്ളി പോയി. പുള്ളിക്ക് ഈ പെന്തിക്കോസൊക്കെ ആണെന്നിൽ ഇച്ചിരി തലക്കനമൊക്കെ ഉള്ള ആളാ. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവരിച്ചിരി കുറഞ്ഞതാ. ഞങ്ങള് സിറിയനാണ്, മറ്റവന് കിറിയനാണ്. ഞങ്ങള് ഒറിജിനലാണ്, മറ്റവൻ ഇച്ചിരി മോശമാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാർക്കും ഉണ്ട്. ആ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം. സംസാരിക്കുമ്പോഴും ഒക്കെ അതിന്റെ ആ വെച്ചിരുത്തുണ്ട്. ഉണ്ട്. ഞാനൊരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ല അവര് നിങ്ങളുടെ കൂടെ ഇല്ലയോ? ആ നമ്മുടെ കൂടെ. മറ്റേതാണ്. ഒരു അപ്പത്തിൽ നിന്ന് നുറുക്കി അടിക്കുന്നവനാ പറഞ്ഞത് മറ്റേതാണ്. ഞാൻ ചോദിച്ചു മറ്റേതെന്ന് വെച്ചാൽ അവര് പറഞ്ഞ ഭാഷ അതുപോലെ പറയാം, മരക്കാന്മാരാണ്. അങ്ങനുണ്ട്. എല്ലാം ഞായറാഴ്ച ഇരുന്ന് മറുഭാഷ പറഞ്ഞ് നല്ല കീച്ചുക. തമ്പേറൊക്കെ കമത്തിട്ട് അടിപ്പിച്ച് പേടിപ്പിക്കുക. എന്നാൽ ഇവന്റെ എല്ലാം ഉള്ളിൽ ഇരിക്കുക. മനസ്സിലാകുന്നില്ലായിരിക്കും, അല്ലയോ? എഴുന്നേറ്റ് പോകരുത്. നമുക്ക് എപ്പോഴാണ് യോഗം നടത്തണ്ടേ? അച്ചായൻ 10 വരെ പോകാണ്ട് പറഞ്ഞെങ്കിലും സമയം എന്ത് വായിക്കും? 9:15 9:30 നിർത്താം. മതി. ഗുണമാകാനാന്നേ അതൊക്കെ മതി. എന്തിനാ 10 മണി വരെ കിട്ടുന്നത്? സഹോദരിമാർ ചോദിക്കട്ടെ, 9:30 നിർത്തട്ടെ? അമ്മ അത് മൊത്തം വായിക്കാൻ തോന്നുന്നു.
9:30 നിർത്തട്ടെ. ദൂരെയൊക്കെ പോകേണ്ട വണ്ണപ്പുറത്ത് നിന്നൊക്കെ വന്നവർ കാണും. ആരെങ്കിലും വന്ന് കാണും ഓടുന്നത്. ദൂരെ നിന്നൊക്കെ വന്നവർ കാണും. വണ്ടി കിട്ടും. നിങ്ങൾ വണ്ടി കിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നേരത്തെ വിടാം. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്ക് സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ശരിക്ക് സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. ഉടനെ കൊർന്നല്യോസ് പറഞ്ഞു, യോ വന്നത് ഉപകാരം. ഇവിടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, നീ വരികയല്ലെന്ന്, നീ അവിടൊക്കെ പോവുള്ളൂ, ഇവിടൊക്കെ വരികയല്ലെന്ന്. അങ്ങനെയൊക്കെ നമ്മളെ പറ്റിയും പറയുകയല്ലേ. ചിലക്ക് ഓരോ ധാരണകളാണ് ഓരോരുത്തരെ പറ്റി. എന്നോടൊരാൾ ചോദിച്ചു, എന്നോട് ചോദിച്ചതാ, വലിയ ആൾക്കാർ മരിക്കുമ്പോഴേ പോവുള്ളൂ. ഞാൻ പറഞ്ഞു, പോടാന്ന് പറഞ്ഞ് ആര് മരിച്ചാലും അവസരം കിട്ടിയാൽ ഞാൻ അവിടെ പോകും. വലുതൊന്നോ ചെറുതൊന്നോ ഒന്നുമില്ല. ഇല്ല, ഞാൻ പോകും. അല്ല, അവന്റെ അങ്ങ് ഓരോ ചിന്തയാണ്. കാരണം അവൻ വലിയ 2-3 അടക്കത്തിന് എന്നെ കണ്ടു. അവനും അവിടെ വന്നോളാം. അതാ ഞാൻ ചെറിയ അടക്കത്തിന് പോയിട്ട് ഇവൻ വന്നുമില്ല, എന്നെ കണ്ടുവരാം. അതാ അവൻ എന്നോട് ചോദിക്കുക. ഞാൻ ചെറുത് എല്ലായിടത്തും പോകും. അത് സഭാവ്യത്യാസം കൂടാതെ അവസരം കിട്ടിയാൽ പോകും. ദുഃഖഭവനത്തിന് ദൈവത്തിന്റെ മകൻ. ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു, ഒരു ദിവസം തന്നെ 8 മരണ വീട്ടിൽ പോയി. 8 മരണ വീട്ടിൽ. യോഗവും മുടക്കിയില്ല പകല്. അതിനുശേഷം യോഗത്തിനും വന്ന് സംബന്ധിച്ചു. ഒരു തള്ളയെ കാണാൻ പോയപ്പം ഡെഡ് ബോഡിയുടെ അടുത്ത് ആരുമില്ല. വെളുപ്പിനെയാ ചെന്നത്. അവരുടെ കുഴപ്പമില്ല. അവര് രാത്രി മുഴുവൻ പാട്ട് പാടി വെച്ച് പല്ല് തേക്കാനെങ്ങാണ്ട് പോയ സമയത്താണ് ഞങ്ങൾ ചെന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ കുട്ടിയമ്മ തന്നെ കിടക്കുക. അതിന് ഞാനും ചൂപ്പാക്കും കൂടെ തന്നെ ഇരുന്ന് 3 പാട്ട് പാടി. ഇന്നലെ ശബ്ദം കേട്ടോണ്ട് അതുങ്ങളെല്ലാം പെട്ടെന്ന് പല്ല് തേച്ചേച്ച് ഓടി വന്ന് 6:15 പ്രാർത്ഥിച്ചേച്ച് അവിടെ നടന്നു. പിന്നെ വേറെ പല സ്ഥലങ്ങളിൽ പോകും. ചെറുതോ വലുതോ അല്ല വിഷയം. സകല ആൾക്കാരും ദൈവത്തിന് വിലയേറിയവരാ. ഭൂമിയുള്ള വിശുദ്ധന്മാരോ അവൻ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാ. അപ്പൊ ശ്രദ്ധിക്കുക, പത്രോസ് ഇവിടെ ചെന്നപ്പോൾ കൊർന്നല്യോസ് പറഞ്ഞു, നീ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പത്രോസ് തിരുവചനം പറഞ്ഞു. വാ തുറന്ന് തിരുവചനം പറഞ്ഞു. അങ്ങനെ പത്രോസ് ദൈവവചനം പറഞ്ഞു. യേശുവിനെ പറ്റി തിരുവചനം അടുക്കിടക്കായിട്ട് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? 44 വായിച്ചേ. 44 പെട്ടെന്ന് വായിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്താ സുവിശേഷം? അപ്പൊ എന്താണ് സുവിശേഷം? ഓടിച്ചു പറഞ്ഞു നിർത്താം. യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാനുള്ള ഗുണമെന്ന? 1, മാനസാന്തരം വരും. 2, സ്നാനം നടക്കും. 3, അഭിഷേകം പ്രാപിക്കും. തീർന്നില്ല. സുവിശേഷം ശരിക്ക് കേട്ടാൽ വേർപാടുണ്ടാകും. ലോകത്തിൽ നിന്ന് വേർപാടല്ല, ലോകത്തിലുള്ള പലതിനോടും വേർപാട്. ചിന്തിക്കുക, സുവിശേഷം കേട്ടാൽ വേർപാടാണ്, ഞങ്ങൾ ഇനിയും വരുന്നില്ല. ആ വേർപാടല്ല, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാര്യമല്ല. ലോകത്തിലുള്ള പലതിനോടും വേർപാട് പാലിച്ച് വേണം ജീവിക്കാൻ. ഈ പെന്തിക്കോസുകാരെക്കായാലും പഴക്കം ബ്രദറുകാർക്കാ കേരളത്തില്, ക്രൈസ്തവ ലോകത്തില്. ഈ ബ്രദറുകാർക്ക് മുൻപ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വിയോജിത പ്രസ്ഥാനം, വിയോജിതര്. അതിന്റെ പ്രഥമ അധ്യക്ഷനായിരുന്നു സൈമൺ സാർ. വിയോജിതര് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരർത്ഥം സമുദായത്തിലെ പല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പലതും വചനപ്രകാരം ഉള്ളതല്ല. അപ്പൊ അത് യോജിക്കാതെ വന്നത് കൊണ്ട് വിയോജിപ്പുണ്ടായി. അതാണ് വിയോജിതര്. അപ്പൊ സാറ് നന്നായിട്ട് ഉപദേശമൊക്കെ പറഞ്ഞു, വചനമൊക്കെ പറഞ്ഞു. ഇത് അംഗീകരിക്കാത്ത പലരുണ്ട്. ഇവർക്ക് അറിയാൻ സത്യം ഇതാന്ന്, പക്ഷെ ഉൾക്കൊള്ളുകയില്ല. അപ്പൊ അവര് കടന്നു വരാൻ വേണ്ടി നല്ല പാട്ടുകളൊക്കെ സാറ് എഴുതി. അപ്പോൾ ആ പാട്ടിലെ ചില വരികളൊക്കെ ഉണ്ട്. ആ വരി ഇങ്ങനെ: വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. അപ്പൊ 1-2 വരിയുണ്ട്. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ പീങ്ക് ചെയ്യും കളി ഷോഡതികൾ. അപ്പൊ ഇതെല്ലാം വിട്ടേച്ച് പറയണം. ബാങ്ക്, ചിട്ടി, കമ്പനി തീങ്ക് ചെയ്യുന്ന കളി ഷോഡതി. ഷോഡതി എന്ന് പറഞ്ഞ ഭാഗ്യക്കുറി. ആദിമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആരംഭകാലത്ത് ദൈവകൃപയുള്ളവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാരും ഭാഗ്യക്കുറി എടുക്കത്തില്ല. ലോട്ടറിയെ
ഇപ്പൊ അതല്ല, ഒട്ടുമിക്ക ആൾക്കാർ എടുത്തേച്ച് ബൈബിളിന്റെ സൈഡ് വെച്ച് അടിക്കണേ. പേപ്പർ വന്ന ഉടനെ അതാ നോക്കുന്നത്, നമ്പർ തോന്നുന്നു. ഈ ഒറ്റ നമ്പറിനാ പോകുന്നത്. ജാറും ദൈവം നിന്നെ അടിക്കാൻ സമയമായി. അടിക്കണേ എന്നല്ലേ നീ ഇന്ന് പറയുന്നത്. ജാറും അടി വരും. നിനക്ക് വല്ല രക്ഷയും വരുന്ന ഉയരത്തിൽ നിന്നാ. പിന്നെ ശാശു വലിയ മിടുക്കനായതുകൊണ്ട് ഇവനെ ചിലപ്പോ ആദ്യം ഒരു 5000 രൂപ നിനക്ക് തരും. ഒരു നമ്പറിനായിരുന്നു പോയോ, 5000 കിട്ടും. പക്ഷെ ഒറ്റ നമ്പറിനാ. അടുത്ത പ്രാവശ്യം ആ കെട്ട് മുഴുവൻ ഞാൻ എടുക്കും. ഒറ്റ നമ്പറിനാ. ഇല്ല, എനിക്ക് 5 കോടി. പിന്നെ ചാർജ് കറക്കിക്കൊണ്ട് നടക്കുക. നീ പകൽ മുഴുവൻ എന്തിയോളം അധ്വാനിച്ച് തരത്ത് ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞ് മേടിച്ച് നിനക്ക് രാത്രി ഉറക്കവും ഇല്ല. ഇങ്ങനെ അടിക്കണേ കണ്ണുകളിൽ അടിക്കണേ. അവസാനം ഒരടി അടിക്കും ദൈവം. അതിന് അടി മേടിക്കുന്നതിന് മുന്നേ നീ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കണം. അപ്പൊ ആരംഭകാലത്ത് ഇരിപ്പ് കണ്ടിട്ട് മിക്കവരും ലോട്ടറി എടുക്കുന്നവരാന്ന് തോന്നുന്നു. ആ മുഖം കാണുമ്പോ അറിയാം. ഒരാൾ എൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ വന്ന് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കണം, ചില വിഷയമുണ്ട്, ഞാൻ എന്നാ കൊണ്ട് പ്രാർത്ഥിക്കണം. ഏട്ടഞ്ഞു ചോദിച്ചാൽ പറയാം, ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ടെന്ന്. ഈ വട്ടുപിടിച്ചവനെയൊക്കെ എന്തോ ചെയ്യാനാ. നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാക്കട്ടെ. അയ്യോ, നിനക്ക് രക്ഷ വരുന്ന ഉയരത്തിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും സുവിശേഷം കേട്ടാൽ വേർപാട്, ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ വേർപാടിന്റെ ഉപദേശമാണ്. ഗിരകങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് യോഗ്യത? നീതിക്കും അധർമ്മത്തിനും തമ്മിലെ പൊരുത്തമുണ്ടോ? സ്തോത്രം. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. ശരിക്ക് സുവിശേഷം കേട്ടാൽ വേർപാടുണ്ട്. ലോകത്തോടും പാപത്തോടും ഇമ്പങ്ങളോടും ആഡംബരങ്ങളോടും ലോകമാകത്തോടൊക്കെ കർക്കശമായി വേർപാട് പാലിക്കണം. ഇതൊക്കെ ശരിക്ക് പറയണം. ഇതൊന്നും ശരിക്ക് പലരും പറയുന്നില്ല. അതിന്റെ പോരായ്മകളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. നാളെ വരുന്ന കർത്തൃദാസനൊക്കെ ശക്തമായിട്ട് പറയും. ഇന്നലെയും നന്നായിട്ട് കേട്ടല്ലോ, ഇന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഇന്ന് പറയാ, ഒരു ഉണർവില്ലായിരുന്നെന്ന് നിങ്ങൾ പറയും. ഉണർവ് ഇവിടെ കടന്ന് ചാടിയില്ലെങ്കിൽ അകത്തിത് കയറണം. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇല്ലേ? അപ്പൊ നിങ്ങൾ പറയാ, ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അല്ല, അതെനിക്കും അറിയാം. ആരേലും അറിയാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ പഠിച്ചതും വിശ്വസിച്ചതും അനുഭവിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഈ 3 ദിവസത്തെ മഹായോഗത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടാ മതി, ഈ യോഗം വിജയമാ. ഒരാൾ യഥാസ്ഥാനപ്പെട്ടാ മതി, ഈ യോഗം വിജയമാ. കാരണം ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാ. അതുകൊണ്ടാണ് ഇത്ര ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ആമേൻ. ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്നാ? 1, മാനസാന്തരം ഉണ്ടാകും. 2, സ്നാനം നടക്കും. 3, അഭിഷേകം പ്രാപിക്കും. 4, കർക്കശമായ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കും. അതാണ് സുവിശേഷം. ആ സുവിശേഷ പുസ്തകത്തിൽ നിന്ന് ഇന്ന് രാത്രി വായിച്ചത്. അതിനെപ്പറ്റി 2 കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താം. 2 പോയിന്റ് പറയാം, അത് മതി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. 14-ന്റെ 1 വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും യേശു ദൈവമാണെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ അവിടുന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി തീർത്തു. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 4-ാം അധ്യായത്തിൽ അവിടുന്ന് ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പുറപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാനത് പാരമ്പര്യമാകാം, കുടുംബ പശ്ചാത്തലമാകാം, ജന്മനാ ഉള്ളതായിരിക്കാം, പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. 11, 12 അധ്യായത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്ന ദൈവം. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗമാണ് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്.
അധികം വിവരിക്കുന്നില്ല. യേശു തിരുവായി മൊഴിഞ്ഞ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതല്ല, ഹൃദയം കലങ്ങുന്ന സാഹചര്യവും അന്തരീക്ഷവും ഉള്ള ഒരു കാലത്തിലും സമയത്തിലുമാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. അന്നും ഇന്നും എന്നും നമ്മുടെ ഹൃദയത്തിന് കലക്കം തട്ടുന്ന നിരവധി അനവധി വിഷയങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രിയിലും വചനത്തിൽ കൂടെ പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഒത്തിരി കാര്യമുണ്ട്. 2-3 കാര്യം പറഞ്ഞങ്ങ് നിർത്താൻ, വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അടിമ ശിഷ്യന്മാരോട് ഇതിന്റെ പശ്ചാത്തലം പഠിക്കണം. 14-ാം അധ്യായത്തിന്റെ 1 പറഞ്ഞ ഹൃദയം കലങ്ങരുത്. അപ്പൊ 13 പഠിക്കണം. 13-ാം അധ്യായത്തിലെ വിഷയം പെസഹായ. പെസഹായുടെ ദിനമെടുത്തപ്പോൾ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇതിനൊക്കെ കയറി കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, ഉടുതുണിക്ക് മറന്നുണിയില്ല, കഴിക്കാൻ പോലും ആഹാരമില്ല, യേശുവിനും കൂടെയുള്ളവർക്കും. ഒരു പാട്ടിന്റെ വരിയുണ്ടല്ലോ, ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. വഴിയാകാര ജീവിയായി പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ഓ വഴിയാകാര ജീവിയായി സഞ്ചരിച്ചു. ചെറിയ പരിവക്കേടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ജന്മസ്ഥലം മടിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂട. അരക്കാശിന് മുതലുമില്ല, തലചായ്പാനുള്ള ഇടമില്ലാത്തവനാ. അതുകൊണ്ട് ആ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു, എവിടാ ഞങ്ങൾ പ്രസംഗ ഒരുക്കണ്ടേ? നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല, സെൻട്രൽ പെയ്ത്തോം ഇല്ല, സെൻട്രൽ സഭയില്ല. ആർക്കാ? യേശുവിനും ശിഷ്യന്മാർക്കും അല്ലേ? സെൻട്രൽ പാസ് ഇല്ല. ഇന്നൊക്കെയാണ് നമ്മുടെ, ഞാൻ കാല് വേദനിക്കുന്നത്, ഇന്നാണ് സെൻട്രൽ പാസ് ഇങ്ങനെ ഇരിക്കുക. എല്ലാരും പറഞ്ഞു വിടുക ഇല്ലേ? യേശുവിന്റെ കാലത്ത് നിങ്ങൾ ഇത്ര നേരം ഇരിക്കില്ല, ഞാൻ ഇത്ര നേരം ഇരിക്കട്ടെ, കാല് വേദനിക്കും. അപ്പൊ യേശുവിന്റെ കാലത്ത് തലചായ്ക്കാൻ ഇടമില്ല, കയറിക്കിടക്കാൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, ഒന്നുമില്ല. മിക്കപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് വിശന്ന് പ്രാണം തല്ലിയാ പോകുന്നത്. അതുകൊണ്ടില്ലയോ ആരുടെയോ വയലിലിറങ്ങി കതിരി പറിച്ച് തിരുമ്മി തിന്നു. വിശന്ന യേശുവിനും വിശന്നു. നോക്കി അത്തിയലോട്ട് ഇങ്ങനെ തളർത്തു നിൽക്കുക. ഒരു കായെങ്കിലും കിട്ടുമെന്ന് ഓർത്ത് കിട്ടിയില്ല, വിശന്നു. സ്തോത്രം. ശിഷ്യന്മാർക്കും വിശപ്പുണ്ട്, മിക്കവരും വിളിക്കത്തില്ല. എന്നാ ചിലര് ഭക്ഷണത്തിന് വിളിക്കും. ഒരിക്കൽ വിശന്നിട്ടായിരിക്കാം ശിമോന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വെച്ചപ്പോൾ ഇതുങ്ങൾ കൈ എടുക്കാതെ കയറി ഭക്ഷണം കഴിച്ചു. മറ്റവന്മാരിങ്ങനെ നോക്കിയിരിക്കുക. ഭയങ്കര ഇതുകൊണ്ട് എന്നെ പറഞ്ഞ ഇങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞ തെറ്റിപ്പോ എന്തുവാ? ഞാൻ പറയുന്നില്ല. ഇങ്ങനെ നോക്കിയിരിക്കുക. ഉടനെ അവര് ചാടി നിർത്ത്, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു. എന്താ? കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. വിശന്നിട്ടായിരിക്കാം. നമ്മുടെ ആൾക്കാരും അങ്ങനല്ലേ, കല്യാണത്തിന് പോയാൽ കൈ കഴുകാനായി കഴിക്കുന്നത്. കഴിച്ചാ ചോദിക്കുന്നത് വെള്ളം. അപ്പം മനസ്സിലായി കൈ കഴുകാനാ. കൈ കഴുകിയ ചേർന്ന വെള്ളമുള്ള സ്ഥലം തിട്ടമുണ്ടല്ലോ, അവിടുന്ന് കഴുകിയച്ചല്ലേ ഇങ്ങോട്ട് വന്നേ. കഴി നല്ല എടുപ്പെടുത്ത മനസ്സിലായി കഴുകാതാ അങ്ങമ്മ ഇത് കീറ്റി വെച്ചിരിക്കുന്നത് അല്ലേ അവറാച്ചനെ. അപ്പൊ ശിഷ്യന്മാരും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പലപ്പോഴും വിശന്ന് കയറി കിടക്കാൻ ഇടമില്ല, തലചായ്ക്കുവാൻ സ്ഥലവും ഇല്ലാതെ, ദാഹം തീർക്കുവാൻ ജലവും ഇല്ലാതെ, ആശ്വാസം പറവാൻ ആരും ഇല്ലാതെ, അരുമാ രക്ഷകൻ മരിച്ചു. ആ പാടുകൾ നിന്റെ രക്ഷയ്ക്കായി ഇന്ന മനുജനനം എടുത്ത യേശുരാജ നിൻ സമീപേ നിൽപ്പോ. ഏറ്റവും അറിയാവുന്നൊരു ചേർന്ന് പാടും.
ഓ ഏറ്റുകൊള്ളവനെ തള്ളാതെ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിന പൊന്നില ഏറ്റുകൊള്ളവനെ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാർ അതുകൊണ്ടാണ് ചോദിച്ചത്, എവിടാ ഞങ്ങളുടെ പെസഹാവര് കണ്ടത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എതിരുള്ള നഗരത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പം ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് ഒരുത്തം വരും. അവന്റെ പുറകെ ചെല്ലണം. അവന്റെ ഒരു വലിയ വീട്ടിൽ കയറും. വീട്ടുകാരൻ ചോദിക്കുക എന്നാ കാര്യമെന്ന്. അപ്പൊ പറയണം, ഗുരുവിന് പ്രസംഗം ഒരുക്കാൻ ശാല എവിടെ? അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാലിക കാണിക്കും. ഇതൊരു പ്രവചനം എന്ന വണ്ണം പറഞ്ഞു. അത് അതുപോലെ ഒത്തു. പ്രവചനം അങ്ങനെ കേട്ടോ. ഇപ്പോഴത്തെ വലിയ വലിയ പ്രവാചകന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനൊന്നുമല്ല. കർത്താവ് കൃത്യം പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള നഗരത്തിൽ ചെല്ലണം. അപ്പം നഗരമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകണം. ഒരു കുടം വെള്ളവും കോരിക്കൊണ്ടൊരുത്തൻ വരും. ഇന്നത്തെ പ്രവചനം അങ്ങനെയാണോ? ഇവിടെ കുടമുള്ളവരാരാ? മനസ്സിലാകുന്നില്ലല്ലേ? ഇവിടെ കുടമുള്ളവര് ഒന്നൊരു തള്ള എടുത്തു, ഓ കുടം, ഇവനെല്ലാം ഭ്രാന്താ. മനസ്സിലാകുന്നില്ലല്ലയോ? ഇവിടെ കുടത്തിൽ വെള്ളം കൊണ്ടുവന്നവരാരാ? എടാ പോട്ടാ, ദൈവാത്മാവ് അങ്ങനൊന്നുമല്ല പറയുന്നത്. കുടവും വെള്ളവും ഉണ്ടേ പറയാൻ തേണ്ടിരിക്കുന്നെന്ന് പറയാൻ കുടവും വെള്ളവും. നമ്മുടെ ഇടയിൽ ഇപ്പൊ കുറെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആരോ ഒരാള് ഇതിനകത്ത് തലവേദനയാൽ ഭാരപ്പെടുന്നു. ഇരിക്കുന്ന മുഴുവൻ എന്താ? ഒന്നേ തലയ്ക്ക് വേദനയില്ല, തലയ്ക്ക് അസുഖം. ആ നോട്ടം ഇരിപ്പം കാണുമ്പോ അറിയാം. ഇതെല്ലാം ഈ പൊട്ടക്കണ്ണന്റെ മഹാവേനേറാ. ഞാനൊരു കാര്യം പറയാം വചനത്തിൽ നിന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഊഹാഭോഗം വെച്ച് പറയത്തില്ല. ചൊല്ലി പറയുന്നില്ലേ? തിരുവനന്തപുരത്ത് ഇന്ന് ആരാ വന്നേ? എന്നാ ഒരുത്തൻ എഴുന്നേറ്റ് എന്നെ കാണിച്ചു. തിരുവനന്തപുരം ഉണ്ടെന്ന് ഒത്തിരി വട്ടുകേസുകളുണ്ട്. വസ്തുവിന്റെ വിഷയത്തിൽ ഇരിക്കുന്ന മുഴുവൻ അതിരുതർക്കമുള്ളതാ. ചേട്ടനും അനിയനുമായിട്ടും അയലത്തുകാരുമായിട്ടും മുഴുവൻ ഒരു 90%. പിന്നെ ഇതൊക്കെയാ ഇപ്പോഴത്തെ പ്രവചനം. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാ. യോ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ പെരക്കകത്ത് കയറി. എന്തോ ഒരു അക്രമമാക്കും വല്ലവന്റെ പെരക്കകത്തോട്ട് കയറുന്നു. നിങ്ങളുടെ അലമാര ഞാൻ തുറക്കുക, കേസ് കൊടുക്കണം ഇവനെതിരെ. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ടേ പറയൂ. അതിന് ഒരു തെളിവ് തരാം. വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം ദൈവം പറയുന്നത് കൃത്യമാ. ഞാൻ കഴിഞ്ഞ ദിവസവും സഭയെ പ്രസംഗിച്ചും പറഞ്ഞു, ഈ യോവാശിന്റെ മകൻ ഗിദയോനോട് കൃത്യം കാര്യം പറഞ്ഞു. അന്ന് രാത്രി ദൈവം ദൂതം വന്നു, പിന്നെ നിന്റെ അപ്പന്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ ഇളയ കാള, 25-ാം വാക്യമല്ലേ 6 വായിച്ചേ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള കാളയുടെ പ്രായം വരെ കൃത്യം ദൈവാത്മാവ് പറഞ്ഞു. ഇതാ ദൈവം പറയുന്നത്, അല്ലാതെ ഊഹാഭോഗമൊന്നുമല്ല. ആർക്കോ ഇവിടെ കാളയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണോ ദൈവാത്മാവ് പറയുന്നത്? ഏതാണ്ട് ഒരു 6 വയസ്സ് കഴിഞ്ഞ ഒരു കാളയനെയാ ഞാൻ കാണുന്നത്. പിന്നെ ഇവിടെ അങ്ങനൊന്നും അല്ല പറഞ്ഞ, കൃത്യ 7 വയസ്സ്. ഒരു 5-6 കാളയുണ്ട്. അതിലേതാന്ന് എനിക്കറിയാമല്ലേ, ഏതോ ഒരു കാള. അല്ലല്ല, രണ്ടാമത്തെ കാള. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കൃത്യമായിരിക്കും. ഊഹാഭോഗം വെച്ചും
പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ പറയുന്നൊന്നും ദൈവാത്മാവല്ല. നിങ്ങളാരും ചെന്ന് ചതിക്കുഴിയിലാകപ്പെടരുത്. കർത്താവ് കൃത്യം പറഞ്ഞു, പട്ടണത്തിൽ ചെല്ലണം, ഒരു കുടം വെള്ളവും കൊണ്ടുകൊണ്ട് ഒരുത്തൻ വരും, 5-6 പേര് വരുമെന്നല്ല, ഒരുത്തൻ അവന്റെ പുറകെ ചെല്ലണം. വീട്ടുകാരൻ ചോദിക്കും, കാര്യം പറയണം, പിരിച്ചൊരിക്ക വന്മാളിക കാണിക്കും. അതുപോലെ ഒത്തു. അവിടെ ചെന്നു, ശിഷ്യന്മാര് വീശും. പിരിച്ചൊരിക്ക വന്മാളികയും ഇതിന്റെ അന്തരീക്ഷമൊക്കെ കണ്ട് ഇവരുടെ ഹൃദയത്തിൽ ചെറിയ പ്രയാസമൊക്കെ വന്ന് കാണാം. സാഹചര്യം അങ്ങനെ. കാരണം ഇവര് മിക്കവരും മുക്കുവന്മാരും കടപ്പുറത്ത് ജീവിച്ചവരും സാധാരണക്കാരും മിക്കവരും പഠിപ്പില്ലാത്തവർ. അങ്ങനെ ഇവരെ പറ്റി പഠിപ്പില്ലാത്തവര് സാധാരണക്കാരാ. ഇങ്ങനെയുള്ള ഇവര് ഈ പട്ടണത്തിൽ വന്മാളിക, അത് വിരിച്ചൊരുക്കിയ വന്മാളിക, അപ്പർ റൂം എന്നൊക്കെയാ കൊടുത്തേക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? ഇല്ല, ഇരിക്കട്ടെ, ഏതായാലും നമ്മുടെ യോഗം തീരില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അപ്പർ റൂം എന്ന അത് ഫർണിഷ്ഡ് ചെയ്തെന്നാ. ഒരു ഇംഗ്ലീഷും കൂടി ഇരുന്നോട്ടെ, അങ്ങനല്ലേ? അതാ അങ്ങനെ. 2 ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗം തീരുന്നു. വളരെ ഫർണിഷ് ചെയ്ത റൂം, മുകളിലെത്തത് വന്മാളിക. ശിഷ്യന്മാരും യേശു അവിടെ ചെന്ന് ഈ വന്മാളികയും ഒരുക്കപ്പെട്ട മുറിയൊക്കെ കണ്ട് ഹൃദയത്തിൽ ചെറിയ പ്രയാസം വരാൻ സാധ്യതയുണ്ട്. നമുക്കും അങ്ങനെ. സാധാരണക്കാരാകുന്ന നമ്മൾ ചിലര് വലിയ വീടുകളിൽ ചെല്ലുമ്പം ഒരു ചെറിയ ചിന്തയൊക്കെ ഉണ്ടാകും. എന്നെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥനയ്ക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു വീട്ടിൽ പോകുന്നത്, കാറ് കൊണ്ട് നിർത്തി 2-3 മുറികളെല്ലാം കഴിഞ്ഞ് ഞാൻ കണ്ടപ്പോഴേ അന്തം വിട്ടുപോയി. കാരണം പണ്ട് കുചേലനെ പറ്റി എഴുതിയിരിക്കുന്നത്, പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതേനു കുശസ്ഥലി, പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ ചെന്നപ്പോ അന്തം വിട്ടു. എനിക്കൊരു റൂം കൊണ്ടുതന്ന. റൂം എന്ന് പറഞ്ഞാൽ അത് അതിലും മെച്ചം. ആദ്യമായിട്ട് അങ്ങനെ ഒരു റൂമൊക്കെ കാണുന്നത്. എന്നാലും ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അല്പം കഴിഞ്ഞപ്പം പുള്ളി വീണ്ടും വന്നപ്പോ ഞാൻ ചോദിച്ചു, ബാത്റൂം എവിടാന്ന് ചോദിച്ചു. ബാത്റൂം ശങ്കാവിഷയം. അപ്പൊ പുള്ളി പറഞ്ഞു വരാൻ പറഞ്ഞു. പിന്നെയും വേറെ 1-2 കഴിഞ്ഞേച്ചാ ആ മുറിയുടെ തന്നെ, പക്ഷെ ഇടയ്ക്കൊക്കെ വേറെയാ അങ്ങോട്ട് ഇതാന്ന് പറഞ്ഞ് കേറിക്കോ, ഇപ്പം വരാൻ, കാപ്പി എടുത്തോണ്ട്. വലിയ വീടാ, ഒത്തിരി മുറികളുണ്ട്. പുള്ളി അങ്ങ് പോയി. ഞാൻ ഈ ബാത്റൂമിൽ കയറി എവിടാ ഞെക്കുന്നത് എന്നതാന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞ ഒന്നും നടന്നില്ല. എന്നാ ചെയ്യാൻ? ഇത് ഒന്നും നമുക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ആദ്യമായിട്ട് കാണുക തന്നെ, ഇതൊക്കെ തൊടാൻ തന്നെ അങ്ങ് അറക്കെന്ന് പറഞ്ഞ അറവല്. നമ്മളിതൊക്കെ ആദ്യം കാണുക, ആ പൈപ്പും അതിന്റെയൊക്കെ ടാപ്പും ഇതൊക്കെ കണ്ടിട്ട് എന്തുവാണോ ചെയ്യുന്നത്, എന്തോ നീറ്റാണ്. ഒന്നും നടന്നില്ല. ഞാൻ പിന്നെ തിരിച്ചു വന്ന ആ മുറിയിൽ തന്നെ കുത്തിയിരിക്കുക, പ്രാർത്ഥിച്ചല്ല. എന്നാ ചെയ്യാനാ? ആദ്യമായിട്ട് എന്നതുകൊണ്ട് ഇത് എവിടെയൊക്കെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കാപ്പിയായിട്ട് വന്നു. ഞാൻ ചോദിച്ചു വെളിയിലുണ്ടോ എന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞു, അത് മതി. അല്ലെ പിന്നെ പുള്ളിയെ ഞാൻ ഇതിനകത്ത് കേൾക്കണം, നോക്കുകയല്ലോ. ഇതെവിടാ ഞെക്കുന്നത്, എന്തുവാന്ന് എങ്ങനെ അറിയുന്നത്? ആ പുള്ളി പറഞ്ഞ് ഇവിടെ വീടിന്റെ പണിക്ക് വന്നവർക്ക് വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ പരിപാടി അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. കാണുമ്പോ അന്തം വിട്ടു പോവുക. എനിക്ക് സന്തോഷം, ദൈവമക്കൾക്കൊക്കെ അങ്ങനെയുള്ള നല്ല വീടുകൾ ലഭിക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. പിന്നെ നല്ല കാര്യമാണ്. കുശുമ്പ് കുത്തരുത് ഉടനെ. അതിന്റെ ഒരു വീട് ഈ കുശുമ്പ് എടുക്കുന്നതുകൊണ്ടാണ് നിനക്ക് യാതൊരു ഗതിയും ഗത്യന്തരവും ഇല്ലാതെ നീ ഇപ്പോൾ ഇങ്ങനെ തേണ്ടി നടക്കുന്നത്. ഹൃദയത്തിനകത്ത് മുഴുവൻ കുശുമ്പാണ്. കുശുമ്പല്ല, ഒരുത്തന്റെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം. ദൈവമേ, അവർക്ക് കൊടുത്ത നന്മകൾക്കായിട്ട് സ്തോത്രം. ഒന്ന് വലിയ നിനക്ക് അന്തസ്സായിട്ട് പറയാൻ ഞങ്ങളുടെ സഭയപ്പെട്ടതാണ് പറയരുതോ? അങ്ങനെ വേണം. ഈ വലിയ വീട്ടിൽ ചെന്ന് ഇതെല്ലാം കണ്ട് അന്തം വിട്ടു, ഹൃദയം കലങ്ങി. അതുകൊണ്ട് ആ കർത്താവ് ഹൃദയം കലങ്ങിയത് കൊണ്ടാ ഇവരോട് പറഞ്ഞത്, ഈ വീട് കണ്ട് കലങ്ങി. അതിന്റെ കൂടെ ചേർത്താ പറഞ്ഞത്, കലങ്ങരുത്, ഞാൻ വേറൊരു വീട് ഒരുക്കുന്നുണ്ട്. ഈ വീട് മെറ്റലും സിമന്റും ഇഷ്ടികയും തടിയും മെറ്റീരിയലായ വസ്തുതകൾ കൊണ്ട് പണിത വീടാ, മനോഹരമാ. പക്ഷെ ഇത് നിലനിൽക്കുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് വേറൊരു വീട് ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുമിൽ, സ്വർലോകത്തിൻ തങ്കത്തരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ. സ്വർലോകത്തിൻ തങ്കത്തരുവിൽ നാം കാണും വീടൊന്നു. ഇന്ന് രാത്രി ഓടിച്ചു നിർത്ത, ഹൃദയം കലങ്ങരുത്. അത് പറയാൻ 3 കാര്യമാ, വിശദീകരിക്കാതെ പറഞ്ഞങ്ങ് നിർത്ത. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്.
അതാ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹൃദയം കലങ്ങരുത്. കാരണം എന്നാ? നമുക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവം? സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു. പൗലോസിന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ മകോ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി എന്റെ പ്രിയരെ, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ നീ കുഴയും. പക്ഷേ ഇവിടെ ആരുമില്ലെങ്കിലും നിനക്കൊരു ദൈവമുണ്ടെങ്കിൽ, അത് യേശു ക്രിസ്തുവാകുന്ന സത്യദൈവമുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഹൃദയം കലങ്കരുത്. ഒന്ന്, ഹൃദയം കലങ്കരുതെന്ന് പറയാൻ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവമാ? ഈ സകലത്തെയും സൃഷ്ടിച്ച ദൈവം. അല്ലാതെ ഒരു സ്ഥലം മാത്രം സൃഷ്ടിച്ച ദൈവമല്ല. പള്ളിക്കൂടത്തിൽ പണ്ട് പഠിപ്പിച്ചത് കോടാലി എടുത്തെറിഞ്ഞപ്പോ കേരളം ഉണ്ടായി വന്നെന്ന്. ബാക്കിയൊക്കെ പിന്നെ ആരാടാ സൃഷ്ടിച്ചേ? സ്കൂളിൽ പഠിപ്പിച്ചതല്ലേ? കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അമ്പാശി പറഞ്ഞിട്ട് വിട്ട കണ്ണോട്ട് കയറ്. തൂങ്ങിച്ചാകരുത്, രക്ഷപ്പെടുകയല്ല. യേശു മാത്രമായ രക്ഷകൻ. തീർന്നപ്പോ കയറ് കൊണ്ടിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു മാത്രമായ രക്ഷകൻ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. ഈ സർവത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം, അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവം. 90 സങ്കീർത്തനം വായിക്കുന്നത്, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ. ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്, കാരണം നമുക്കൊരു ദൈവമുണ്ട്. 2, ഹൃദയം കലങ്ങരുത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു സ്ഥലവും വീടും ഒരുക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോ നീ വാടക കെട്ടിടത്തിലായിരിക്കും താമസിക്കുന്നേ. അല്ലെ, പിണങ്ങരുത്, സങ്കടപ്പെടരുത്. പുറമ്പോക്കിലായിരിക്കും താമസിക്കുന്നത്. പലകയൊക്കെ അടിച്ച് പനമ്പ് കൊണ്ടൊക്കെ മറച്ച് പനയോല കൊണ്ടൊക്കെ മേഞ്ഞ് ഒക്കെ ആയിരിക്കും. വലിയ ഈട്ടിയും തേക്കും ഒന്നും കഥ കാണുന്ന പൈതലായിരിക്കും. ക്രോസ് ഒരു കാപ്പിക്കമ്പായിരിക്കും വെച്ചിരിക്കുന്നത്. നിരാശയൊന്നും ഉണ്ടാകരുത്. ഉണ്ടാകുമെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങ് പറയാ, ഉണ്ടാകരുത്. കാരണം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം വേറെയാണ്. വൈഡൂര്യവും നഗവർണിയും പുഷ്യരാഗവും ഗോമേതകവും പത്മരാഗവും സുഗന്ധരക്തവും എന്നുള്ളതാ ആ രക്തങ്ങളാൽ അലങ്കൃതമായ ഒരു പട്ടണം, പത്തനം, ആ ഒരു ഭവനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹൃദയം കലങ്ങിപ്പോകരുത്. ഏറ്റവും മെച്ചപ്പെട്ട ഒന്ന് ഒരുക്കുന്നുണ്ട്. സ്തോത്രം. ഹൃദയം കലങ്ങരുത്. 3, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനേ അവിടെ ചെന്ന് വീടും വീടൊന്നൊരുങ്ങി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വീടൊന്നൊരുങ്ങി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്ത് പോയ എൻ പ്രാണനാഥൻ. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല, വാക്തം പോൽ വാനിൽ വെള്ളിപ്പെടുമേ. അപ്പൊ ശ്രദ്ധിക്കുക, 1, ഹൃദയം കലങ്ങരുത്, നമുക്കൊരു ദൈവമുണ്ട്. 2, ഹൃദയം കലങ്ങരുത്, നമുക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. 3, ഹൃദയം കലങ്ങരുത്, കാരണം അവിടെ നിന്ന് സ്ഥലം ഒരുക്കിച്ച് തിരിച്ചു വരും. എന്തിനാന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. എന്തിന്? തന്നോടുകൂടെ ഇരുത്താൻ. എന്തിനാ? വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും. ഇനി ശാപവും ദോഷവും ദുഃഖവും മുറവിളി ഒന്നുമില്ലാത്ത ഒരു നല്ല അനുഭവത്തിലേക്ക്, അവകാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പോവുക. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. യേശു വീണ്ടും വരും, വീണ്ടും വരും. അതിന് തെളിവെന്നാ? തെളിവ് യേശു പറഞ്ഞാ പോയത്. 2, ദൂതന്മാര് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും. 2 ദൂതന്മാരെന്നാ എഴുതിയേക്കുന്നത്. നടക്കുവോ? നടക്കും. അതിനാ ജനിക്കാൻ നേരത്തെ ഒരു ദൂതനാ വന്ന് മറിയാമ്മയോട് പറഞ്ഞ, മറിയാമ്മയെ ഗർഭവതിയാകും, കൊച്ചിനെ പ്രസവിക്കും. സൂക്ഷം നടന്നു. ഒരു ദൂതൻ പറഞ്ഞ കാര്യം അതുപോലെ നടന്നു. പോകാൻ നേരത്തെ 2 ദൂതനാ പറഞ്ഞത് പോയതുപോലെ വരുമെന്ന്. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നിൽ സൂക്ഷൻ 2 ദൂതൻ പറഞ്ഞ നടക്കുമെന്ന് ഉറപ്പാ. യേശു വീണ്ടും വരും. എന്തിനാ? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. പോകുമോ? പോകണം. അതിനെന്തോ ചെയ്യണം?
മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശിയെടുത്ത് വേർപാട് പാലിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് ദൈവത്തോടും മനുഷ്യരുടെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസവും വേർപാട് പാലിച്ച് ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെട്ട് ആരോടും അലോക്യം ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്, അയൽത്തുകാരോട് അടിപിടി ഉണ്ടാക്കരുത്, സഹോദരങ്ങളോട് വഴക്കുണ്ടാക്കരുത്, ഒരു സഭയിൽ കൂടുന്നവരുടെ തമ്മിൽ കൊമ്പ് കോർത്തിരിക്കരുത്, സകല മനുഷ്യരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം, നാട്ടുകാരോട് നല്ല രീതിയിൽ ഇടപെടണം. ഇതൊക്കെ ഉപദേശം. ഈ വശത്ത് അടിച്ചാൽ ഇവിടം കാണിച്ചു കൊടുക്കണം. ഒരു നാലിക നടക്കാൻ 2 നാലിക നടക്കണം. ഉടുപ്പ് ചോദിച്ചാൽ പുതപ്പോൾ. ഇതാ നമ്മുടെ പ്രമാണം. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ജീവിച്ച് വിശുദ്ധിയോട്, വിശ്വസ്തയോട്, പരമാർത്ഥതയോട് കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി ചൊല്ലുന്ന വിശേഷിച്ച് കർത്തദാസന്മാർ, മാതാക്കൾ, പിതാക്കന്മാർ, ആ റോഡിലൊക്കെ നിൽക്കുന്ന മാന്യ സഹോദരങ്ങൾ, കേട്ടുനിന്ന എല്ലാവർ, ഗായക സംഘം, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ഒരിക്കൽ തിരിച്ചു വന്ന് നമ്മളെ ചേർത്ത് അവിടെ കൊണ്ടിരുത്തും. ഈ പ്രത്യാശയുള്ളവർ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സമയം പോയെന്നറിയാം. എങ്കിലൊരു 4 വരി പാടി അങ്ങ് പിരിയാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല. ഇരുന്നാ മതി. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകാം. അപ്പൊ ഇരുന്നാ മതി. അത്യാവശ്യം പോകേണ്ടവർക്ക് പോകാം. അപ്പൊ എനിക്കൊന്ന് കാണുകയും ചെയ്യാം. 4 വരിയെ പാടുകയുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ. ചേർന്നൊന്ന് പാടി നമുക്ക് അങ്ങ് പിരിയാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ കാത്തിരിക്കും വിശുദ്ധരൽ ആമേ കഴുകനെ പോലെ. ഓ മധ്യാകാശമണി അറയിൽ കാന്തനുമായി എളിയുവാ. മധ്യാകാശമണി അറയിൽ ആമേ കാന്തനുമായി എളിയുവാൻ യേശു എന്റെ അടി അവനിലത്രേ അവൻ എന്നെ വഴി നടത്തും. അലയാതെ മരുഭൂമിയിൽ അവൻ എന്നെ വഴി നടത്തും. അവൻ അലയാതെ മരുഭൂമിയിൽ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം.